നമ്മുടെ ട്രെയിനർ ഷിറോനോ മാഡം. മുമ്പും പലതവണ നമുക്ക് സെഷനുകൾ എടുത്തു തന്നിട്ടുണ്ട്. നല്ല നല്ല സെഷനുകളായിരുന്നു അവയെല്ലാം. ഇന്നത്തെ സെഷനും അടിപൊളിയായിരിക്കും. ഷിറോണ മാഡത്തെ വളരെ ആദരപൂർവ്വം ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ ട്രെയിനറിലേക്ക് പോവാം. പുതിയൊരാളൊന്നും അല്ല നമ്മുടെ ട്രെയിനർ. എപ്പോഴാണെങ്കിലും നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും നമ്മുടെ കൂടെ വരുന്ന, നേപ്പാളിൽ നിന്ന് പെരുമഴയത്ത് പോലും നമുക്ക് ട്രെയിനിങ് എടുക്കുന്നില്ല നമ്മുടെ സ്വന്തം ഷിറോണ മാഡാണ് നമ്മുടെ ട്രെയിനർ. എന്നാൽ ഞാൻ ഹായ് എന്ന് പറഞ്ഞ ഉടനെ എനിക്ക് അതിന്റെ മറുപടി വന്നു, ഹായ്. ഒരു ട്രെയിനിങ് എടുക്കുക ഓൾറെഡി നോ എന്നൊരു വേർഡ് മാഡത്തിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത പോലെയാണ്. നമുക്ക് നമ്മുടെ മാഡത്തിനെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യാം. മാം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ക്ലിയർ ആണോ? ഫസ്റ്റ് സംസാരിച്ച ഹഫ്സ മാഡം പറഞ്ഞതുപോലെ ഇന്ന് കേരള ഒരു ആരിനിയും ഭരിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. പക്ഷെ ഇന്നത്തെ ടോപ്പിക് ഭയങ്കര ഡിഫറെന്റ് ആണ്. വേർ ഡിഡ് ദാറ്റ് ചൈൽഡ് ഗോ? എല്ലാവരും ഭയങ്കര ഇനി ഒരു കുറെ ഈ സെഷന്റെ ഇടയിൽ തന്നെ ന്യൂസ് കാണാനൊക്കെ പോകുന്നവരുണ്ടാവും. പക്ഷെ ആ ഒരു ടെൻഷന്റെ ഇടയിൽ ഞാൻ ഒരു കുഞ്ഞു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. വേർ ഡിഡ് ദാറ്റ് ചൈൽഡ് ഗോ? ഭയങ്കര ഭയങ്കര നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കുവാണെങ്കിൽ ഈ ജേർണി കുറച്ച് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ, എവിടെയാണ് നിങ്ങളിലെ കുട്ടി നഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു സെഷനായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. വൺസ് യു വർ ലിമിറ്റ്ലെസ്. ആക്ച്വലി നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നിങ്ങളുടെ ചെറിയ പ്രായം നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? യെസ്. ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ചെറിയ കുട്ടിക്കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര മനോഹരമായിരുന്നു അല്ലെ? ഒരു പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് നിറങ്ങൾ കൊടുക്കാൻ കഴിയുന്ന, ആ ഓരോ നിറങ്ങളെയും നിറങ്ങളായി കാണാൻ കഴിയുന്ന, ഓരോ കാര്യത്തിന്റെയും മനോഹാരിത മനസ്സിലാക്കാൻ പറ്റിയിരുന്ന ഒരു മനോഹരമായ കാലഘട്ടം. അങ്ങനെയാണോ നിങ്ങൾക്കൊക്കെ? ഹലോ. യെസ്. ഓക്കെ. ഓക്കെ. ചൈൽഡ്ഹുഡ് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ബാല്യകാലം അല്ലെങ്കിൽ ചെറിയ കുട്ടിക്കാലം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണ് നിറങ്ങളെ നിറങ്ങളായി കാണാനും നമ്മൾ കളികളിൽ ഏർപ്പെടുന്ന ഒരു കാലഘട്ടവും ഓരോരുത്തർക്കും എല്ലാവർക്കും ഉണ്ടാവും. വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും എല്ലാവരിലും കണ്ടിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഭംഗിയുള്ള നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഒരു ടേണിംഗ് പോയിന്റ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നാഗേഷ് സാർ ആണെങ്കിലും ഹഫ്സ മാം ആണെങ്കിലും ഹേമ മാഡം ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എവിടെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് ആക്ച്വലി സംഭവിച്ചത്? ഒരു നിങ്ങളിലെ കുട്ടി എവിടെയാണ് നഷ്ടപ്പെട്ടത് ആക്ച്വലി? നമ്മൾ ചൈൽഡിഷ് നഷ്ടപ്പെട്ട ഞങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നമ്മൾ കുറെ ഫ്രീഡം ഒക്കെ പോകുന്നുണ്ട്. വിൽ ബി ബൗണ്ടിങ് ബൈ സം റിലേഷൻസ്, സം ആക്ടിവിറ്റീസ്. അതെ, തീർച്ചയായിട്ടും. നമ്മള് ഓരോ ഉത്തരവാദിത്തങ്ങൾ തലയിൽ ഇങ്ങനെ വന്ന് കൂടുമ്പോ അതെ അതെ. ചിലവരിലാണെങ്കിൽ ഒരുപാട് നേരത്തെ ഉത്തരവാദിത്തങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ചിലവർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഉത്തരവാദിത്തങ്ങൾ. ഇതെല്ലാം വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? നമ്മളിലെ കുട്ടി നമ്മൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു. ശരിയല്ലേ? ആ ഒരു കുട്ടിക്കാലമാണോ അതോ ഇപ്പോഴത്തെ കാലമാണോ നല്ലത്? കുട്ടിക്കാലാണ്. ഒരു സിസ്റ്ററെ, ബാധ്യതയില്ല, ഒരു ഫ്രീ ആണ്. ഹലോ. യെസ്, ഓക്കെ. കുട്ടിക്കാലാണ് നല്ലത്. തീർച്ചയായിട്ടും ആ ഒരു കുട്ടിക്കാലം വളരെ മനോഹരമായിരുന്നു. അപ്പോ ഏതോ ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോയി. ആക്ച്വലി നമുക്കൊരു പ്രത്യേക സമയം പറയാനില്ല. ഓ, ഇന്ന സമയത്താണ് ആ ഒരു കുട്ടി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയെന്ന് പറയാനില്ല. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ആ ഒരു കുട്ടി നഷ്ടപ്പെട്ടു പോയി. എന്തായിരിക്കും അങ്ങനെ നഷ്ടപ്പെട്ടു പോവാനുള്ളൊരു കാരണം? ഏതായിരിക്കും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? ഒരു നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള, ഓ ഇത്ര സെൻസിറ്റീവ് ആവരുത്, നിന്നെ നീ തൊട്ടാവാടിയാണോ, അല്ലെങ്കിൽ എന്താ നീ തൊട്ട ഉടനെ കരയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ നമ്മൾ എപ്പം കേൾക്കാൻ തുടങ്ങിയോ അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആക്ച്വലി. നമ്മളൊരു സമയമുണ്ട്, നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ കരയുന്ന ഒരു സമയം. ഇന്ന് എത്ര പേരുണ്ട് സങ്കടം വന്നു കഴിഞ്ഞാൽ കരയുന്നവര്? സ്പെഷ്യലി ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ കരയുന്നത് നമ്മൾ വളരെ തുലോം കുറവായിട്ട് നമ്മൾ കാണാറല്ലേ? അപ്പൊ ഒന്ന് ആ യെസ്, ഒരു സെൻസ് ശരിയല്ലേ? നിങ്ങൾ യെസ്. കരയാറുണ്ടോ? അതെ, അതെ. നിങ്ങൾക്ക് സങ്കടം വരാത്തത് കൊണ്ടാണോ? അല്ല, അല്ല, അല്ല. നിങ്ങൾക്ക് സങ്കടം വരാറില്ലേ? വരാറുണ്ട്.
വരാറുണ്ട്. പക്ഷെ കരയുന്നത് ഭയങ്കര കുറവാണ്. വളരെ കുറവാണ് കരയുന്നത്. പക്ഷെ ആ ഒരു ഇമോഷൻ ഇതിനു മുൻപ് കുട്ടിയായിരുന്ന സമയത്ത് ആ ഇമോഷൻ ഉണ്ടായിരുന്നില്ലേ? കരയാറില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതെ. യെസ്. അപ്പൊ സ്റ്റോപ്പ് ബീങ് സെൻസിറ്റീവ് എന്നൊരു കാര്യം നമ്മളിൽ എപ്പോഴാണോ അടിച്ചമർത്തപ്പെട്ടത്, അപ്പൊ മുതൽ നമ്മളൊരു ആൺകുട്ടിയാണ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വലുതായി, അതുകൊണ്ട് സെൻസിറ്റീവ് ആവാൻ പാടില്ല എന്നൊരു ചിന്ത നമ്മളിലേക്ക് വന്നു. അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ആക്ച്വലി. അടുത്തത് ബി റിയലിസ്റ്റിക്. റിയലിസ്റ്റിക് ആവുക. ഇങ്ങനൊന്നും ഇരുന്നാൽ പറ്റത്തില്ല, കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആവണം, കുറച്ചും കൂടെ ഉത്തരവാദിത്വ ബോധം വേണം. ആ ഒരു ചിന്ത വന്നപ്പോഴത്തേന്, അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മളിലേക്ക് ഇട്ട് വന്നപ്പോഴത്തേന്, ആ ഒരു വിത്ത് നമ്മളിലേക്ക് പാകിയപ്പോൾ എന്ത് സംഭവിച്ചു? ഓക്കെ, ഇത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫ് അല്ല, ഇത് ഏതൊരു മായാലോകമാണ്. ആ ഒരു ചിന്ത നമ്മളെ ബാധിക്കുകയും അതും ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറുകയും ചെയ്തു. ആക്ച്വലി നമ്മളിലെ കുട്ടി മാറുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബി റിയലിസ്റ്റിക് എന്ന ഒരു ചിന്ത ആശയം നമ്മളിൽ വന്നതാണ്. അടുത്തത് ഗ്രോ അപ്പ്. നീ ഒരുപാട് വളർന്ന വ്യക്തിയാണ്, നീ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നീ വലിയ കുട്ടിയാണ്. ഇങ്ങനത്തെ ചിന്തകളൊക്കെ എപ്പോഴാണോ നമ്മളിൽ പാകിയത്, ആ ഒരു നിമിഷം മുതൽ അതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. ആക്ച്വലി 3 പോയിന്റ്സ് എപ്പോഴും നമ്മളെ നമ്മളിലെ കുട്ടിത്വം അല്ലെങ്കിൽ നമ്മളിലെ കുട്ടിയെ അകറ്റി നിർത്തിയ ഒരു നിമിഷങ്ങളായിരുന്നു. സോ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിലെ കുട്ടികളെ, നമ്മളിലെ കുട്ടിത്വം നമ്മളിൽ നിന്ന് മാറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് വി ലേൺ ടു ഹൈഡ്. നമ്മൾ എന്താ ആക്ച്വലി ഹൈഡ് ചെയ്യാൻ പഠിച്ചത്? നമ്മൾ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇമോഷൻസ്, ക്യൂരിയോസിറ്റി, പ്ലേ. ഒരു കുട്ടിയെ എടുത്തു നോക്കിയേ, ആ കുട്ടിക്ക് എന്തോ ഒരു ഇമോഷൻസ് ഉണ്ട് അല്ലേ? എന്തൊക്കെ ഇമോഷൻസാ ഒരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? കുട്ടിയെ വേണ്ട, നമുക്ക് ഓരോരുത്തർക്കാണെങ്കിലും എന്തൊക്കെ ഇമോഷൻസാ ഉണ്ടാവാറുള്ളത്? ദേഷ്യം, സങ്കടം, ദേഷ്യം വരും, പിന്നെന്ത് വരും? സങ്കടം വരും, പിന്നെന്താ വരിക? സന്തോഷം, ഹാപ്പിനെസ്. ആശ്ചര്യം വരും, എന്തോ ഉറക്കെ പറ. ഹലോ. സന്തോഷം, ഹാപ്പിനെസ്. സന്തോഷം വരും, പിന്നെന്താ വരിക? എന്തൊക്കെ ഇമോഷൻസ് അറിയുന്നത്? സാഡ്, ഹാപ്പിനെസ്, ആങ്കർ, ആ ദേഷ്യം, വേഗം. അതെ. അപ്പൊ ഈ ആശ്ചര്യം. ഇമോഷൻസിന്റെ എല്ലാം ഒരുപാട് തലങ്ങളിലൂടെ പോയിട്ടുള്ള ഒരു സമയമാണ് ഈ കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. നമ്മൾ കാണുന്ന സാഡ്, ആങ്കർ, ഹാപ്പിനെസ് ഇത് മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിന്റെ എല്ലാ രുചികളും മനസ്സിലാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു കുട്ടിക്കാലം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഇമോഷൻസ് നമ്മൾ ഹൈഡ് ചെയ്യാൻ തുടങ്ങി. നമ്മള് അറിഞ്ഞോ അറിയാതെയോ കുട്ടിക്കാലം നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ കാരണമായ ഒരു കാര്യമാണ് ഇമോഷൻസിനെ ഹൈഡ് ചെയ്യുക എന്നുള്ളത്. അടുത്തതാണ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ട ഒരു കാലഘട്ടം. ക്യൂരിയോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? എല്ലാം അറിയാനുള്ള താല്പര്യം. അറിയാനുള്ള ഒരു താല്പര്യം, അറിയാനുള്ള ഒരു ത്വര. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാനോ അല്ലെങ്കിൽ എപ്പോഴേലും ഒന്ന് LKG-യിലൊക്കെ ഒന്ന് പോയി നോക്കണം. അവിടുത്തെ കുട്ടികൾക്ക് എന്തോരം സംശയങ്ങളുണ്ടാവും അല്ലെ? എന്തോരം കാര്യങ്ങൾ നമ്മളോട് ചോദിക്കാനുണ്ടാവും. കുട്ടികളോട് സംസാരിക്കാറുണ്ടോ ആരെങ്കിലും? നിങ്ങളൊക്കെ കുട്ടികളോട് സംസാരിക്കുന്നവരാണോ? നിങ്ങളുടെ വീടുകളിൽ കുട്ടികളുണ്ടോ? ഹലോ. ഇന്ന് എല്ലാരും Yes, yes. ആണോ? അപ്പുറത്തെ Yes. സൈഡിൽ ഇരുന്ന് TV കണ്ടോണ്ടിരിക്കുവാണോ? യെസ്. ഓക്കെ. സംസാരിക്കാറുണ്ട്. ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ ഏതോ ഒരു ടൈമിൽ, ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ എപ്പോഴാണോ ആ ഒരു കുട്ടിത്തം വിട്ടത്, ആ ഒരു നിങ്ങളിലെ കുട്ടിയിൽ നിന്ന് നിങ്ങൾ എപ്പോഴാണോ അടർന്നു മാറിയത്, ആ ഒരു നിമിഷം മുതൽ നിങ്ങൾ അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതെങ്ങനെ ക്യൂരിയോസിറ്റി എങ്ങനെ അടിച്ചമർത്താം, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി എങ്ങനെ മറച്ചു പിടിക്കാം എന്ന കാര്യങ്ങൾ പഠിച്ചു. ക്വസ്റ്റ്യൻസ് ബിക്കം എംബ്രേസിങ്, നോട്ട് നോയിങ് ബിക്കം ഷെയിംഫുൾ. നമ്മൾ ചോദിക്കുന്നത് ഒരു നാണക്കേടായിട്ട് മാറി. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചോദിക്കുന്നതൊക്കെ നിർത്താൻ തുടങ്ങി. അടുത്തത് പ്ലേ, കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. ജോയ് വിത്തൗട്ട് പർപ്പസ് ഫെൽറ്റ് ഇറിറ്റേറ്റബിൾ. അതായത് ഒരു പർപ്പസ് ഇല്ലാത്ത ഒരു സന്തോഷം ഇറിറ്റേറ്റബിൾ ആയിട്ട് തോന്നാൻ വേണ്ടി തുടങ്ങി. നിങ്ങൾ ഒരു സന്തോഷത്തോടെ പ്രത്യേകിച്ച് പർപ്പസ് ഇല്ലാതെ കളിക്കുന്ന, പ്രത്യേകിച്ച് സങ്കടങ്ങളും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളും ഒന്നും ഇല്ലാതെ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന രീതിയിൽ ഇപ്പൊ നിങ്ങൾ കളിക്കാറുണ്ടോ? എന്തെങ്കിലും കളികളൊക്കെ കളിക്കാറുണ്ടോ? ഇല്ല. ചെസ് കളിക്കുന്ന എത്ര പേരുണ്ട്? ചെസ് ഒക്കെ എല്ലാ ഞാനുണ്ട്, മുതിർന്നവർക്കും കളിക്കാമല്ലോ. കളിക്കാറുണ്ട്, ചെസ് കളിക്കാറുണ്ട്. ഓക്കെ. കാർഡ് കളിക്കുന്ന എത്ര പേരുണ്ട്? യെസ്, കുട്ടികളൊക്കെ കളിക്കുന്നു. കുട്ടികൾ കളിക്കും, പക്ഷെ നമ്മൾ കളിക്കുന്നില്ലല്ലേ? ഓക്കെ. ഞാൻ കളിക്കും കുട്ടികളൊക്കെ.
ആ ഓക്കെ, നൈസ് നൈസ്. ഓക്കെ, പിന്നെ പിന്നെ എന്ത് കളികളാ കളിക്കാറുള്ളത്? ഇപ്പൊ കളിക്കുന്ന കാർഡ്സ്, ചെസ്, എന്ത് കാർഡ്സ് അങ്ങനെ. കളിക്കാറുള്ളത്? ബാഡ്മിന്റൺ നൈസ്. സ്പോർട്സ്. ബാഡ്മിന്റൺ കളിക്കാറുണ്ട്. പിന്നെ നാഗി സാർ എന്ത് കാർഡ്സാ കളിക്കാറുള്ളത്? അത് മോളൊക്കെ കളിക്കാറുള്ളത് യൂനോ യൂനോ ആ യുനോ, യൂനോ നൈസ്, അടിപൊളി, യൂനോ. നല്ല കളിയാ. ഓക്കെ, അപ്പൊ ശരിയാണോ? പൂജ്യം വിട്ട് കളിക്കുന്ന എത്ര പേരുണ്ട്? പൂജ്യം വിട്ട് അറിയോ? എന്താ? SOS അറിയോ? യെസ്, ഞാൻ കളിക്കലുണ്ട് ശരിയാണോമോ. കുട്ടികൾ എന്ത് കളി കളിക്കുമ്പോഴും അവരൊപ്പം കളിക്കലുണ്ട്. കള്ളന് ആ പോലീസ്, അടിപൊളി, SOS, പൂജ്യം വെട്ട് കളി ഒക്കെ കളിക്കലുണ്ട്. അടിപൊളിയാ. നൈസ് കളിക്കും ചെയ്യും, അവരോട് കച്ചറ ഉണ്ടാക്കുകയും ചെയ്യും. നൈസ് നൈസ്, 28 അടിപൊളി. 56. ഓക്കെ, അപ്പൊ കുട്ടിത്തം നഷ്ടപ്പെടാത്ത കുറെ കുട്ടികൾ, അപ്പൊ ഇന്ന് തെരഞ്ഞ് പോവണ്ടാത്ത ചില കുട്ടികൾ ഇവിടെ ഉണ്ട്. ഓക്കെ, എന്നാ ചില കുട്ടികളെ കാണാതെ പോയിട്ടുണ്ട്, ആ കുട്ടികളെ നമുക്ക് ഇന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്മൾ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. അതിനകത്ത് ഒരു കാര്യമായിരുന്നു ഇമോഷൻസ്, രണ്ടാമത്തേത് ക്യൂരിയോസിറ്റി. വി ലേൺഡ് ദാറ്റ് ക്രൈങ് വാസ് വീക്ക്നെസ് ആൻഡ് എക്സൈറ്റ്മെന്റ് വാസ് ടു മച്ച്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയാതെയോ അറിഞ്ഞോ പഠിച്ചൊരു കാര്യം. ആരൊക്കെയോ നമ്മളോട് പറഞ്ഞു, ഇത് ഭയങ്കര ഇച്ചിരി കഠിനമാണല്ലേ, ഇച്ചിരി കൂടുതലാണ്, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഇത്രയും എക്സൈറ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചിലർ പറഞ്ഞു, നീ കരയാൻ നാണമില്ല നിനക്ക് കരയാൻ, ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇമോഷൻസിനെ അടക്കി പിടിക്കാൻ വേണ്ടി പഠിച്ചു. അടുത്തത് ക്യൂരിയോസിറ്റി. ഇത്രയും ചോദ്യം ചോദിക്കുന്ന നാണക്കേട, എനിക്ക് അറിയത്തില്ല എന്ന് ലോകം അറിയും, മനുഷ്യരറിയും എന്ന ചിന്ത നമ്മളെ ബാധിക്കാൻ തുടങ്ങി. അടുത്തത് കളികളിലൊക്കെ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ പർപ്പസ് ഇല്ലാതെ ചിരിക്കുന്നത്, സന്തോഷിക്കുന്നതും ഒക്കെ തെറ്റാണ്, അല്ലെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കാര്യമില്ലാതെ ഇറസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്നത് പോലെ നമുക്ക് തോന്നാൻ തുടങ്ങി. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു കുട്ടി, അല്ലെങ്കിൽ ആ ഒരു കുട്ടി മാറി ഒരു മുതിർന്ന ആളായപ്പോൾ സംഭവിച്ച ഹൈഡ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ. ഓക്കെ, സോ ദ മിഷനറി ഓഫ് കണ്ടീഷനിങ്. കണ്ടീഷനിങ് സംഭവിക്കാൻ വേണ്ടി തുടങ്ങി. ആക്ച്വലി ഇത് ആ ഒരു കുട്ടി എന്ന രീതിയിൽ നിന്ന് അഡൽട്ടിലേക്ക് മാറിയപ്പോൾ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഒരു മിഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നോ ആ രീതിയിലേക്ക് നമ്മൾ കണ്ടീഷൻ ചെയ്യപ്പെടാൻ തുടങ്ങി. ചൈൽഡ് ചൈൽഡ് എന്ത് ചെയ്തു? അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ അഡാപ്റ്റ് ചെയ്തത്? ഫസ്റ്റ് പോയിന്റ് ആണ് ബിഹേവിയർ ചേഞ്ച് ടു ഫിറ്റ് ഇൻ. ഒരു സ്ഥലത്ത് ഫിറ്റ് ആവാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു കുട്ടികളുടെ ഗ്യാങ്ങില്, അല്ലെങ്കിൽ ഒരേ പ്രായക്കാരുടെ ഇടയിൽ, നിങ്ങൾ എന്താ പറയുന്നത്, ഒരേ പ്രായക്കാരുടെ ഇടയിൽ ഫിറ്റ് ആവാൻ വേണ്ടി തോന്നുന്ന ആ ഒരു മനോഭാവത്തെ എന്താ പറയുന്നത്? അഡാപ്റ്റഡ്. അഡാപ്റ്റേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഹലോ, ഇന്ന് ആരും ഒരു ഉഷാറല്ലല്ലോ, എന്ത് പറ്റി? ഇലക്ഷൻ നടക്കുന്നുണ്ടാ? വേറൊരാളുടെ ഇഷ്ടം നേടുന്നതിന് വേണ്ടി അവര് ആ ഒരു ഇതിലേക്ക് നമ്മൾ ചേർന്ന് പോകുന്നു. ഹീറോ ആകാൻ ശ്രമിക്കാം. ഹീറോ ആവാൻ ഒരാളൊക്കെ ശ്രമിക്കുക. മികച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും മറ്റേ ആള്. അതെ, തീർച്ചയായിട്ടും. അപ്പം ചൈൽഡ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഒരു ചൈൽഡ് എന്ന രീതിയിൽ നിന്ന് അഡൽട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു അഡാപ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ട്. അവിടെ ഫിറ്റ് ഇൻ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഇമോഷൻസ് സപ്രസ് ചെയ്യപ്പെടുന്നു. അവിടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യുന്നു. റിജക്ഷൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അതായത് ആൾക്കാർ നോ പറയുമ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർ നമ്മളെ കുറച്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഫീലിങ്സിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി. സോ ഇമോഷൻസ് സപ്രസ് ചെയ്യപ്പെടുന്നു. അടുത്തത് എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്സ്പെക്ടേഷനിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നോംസ് റൂൾസും ഒക്കെ നേരത്തെ നമ്മൾ അറിയുന്നു. അതായത് നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ഒരു ഇന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂൾസിന്റെ നോംസ് റൂൾസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു കുട്ടി എന്ന രീതിയിൽ കുട്ടിയായിട്ട് ജീവിക്കുന്നതിനപ്പുറം നമ്മളിലേക്ക് നോംസ് റൂൾസും കൂടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതും ഒരു അഡൽട്ട് ആവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത് അഡൽട്ട് പെർസോണ. അതേഴ്സ് സെൽഫ് റിഫ്ലെക്സ് ലേൺഡ് റോൾസ്. നമ്മളൊരു റോൾസ് ബാക്കിയുള്ളവരെ നമ്മൾ കണ്ടുപഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു റോളിൽ നമ്മളിൽ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ചൈൽഡ് അഡാപ്റ്റേഷൻ. ഒരു കുട്ടി ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ബിഹേവിയറോടെ ഒരു സ്ഥലത്ത് ഫിറ്റ് ആവാൻ വേണ്ടി. അതിന് നമ്മൾ വേണമെങ്കിൽ പറയാം പിയർ പ്രഷർ എന്ന് പറയാം.
ചെറിയ രീതിയിൽ പിയർ പ്രഷർ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇതിനകത്ത് ഇപ്പം എന്താ നാഗേഷ് സാറുണ്ട്, നിങ്ങളൊക്കെ കുട്ടികളാന്ന് വിചാരിക്കുക. സ്കൂളിൽ നാഗേഷ് സാറ്, അമ്പിളി മാഡം ഉണ്ട്, രേഖ മാഡം ഉണ്ട്. നിങ്ങൾ ഇതിനകത്ത് ഒരാള് അമ്പിളി മാഡം സിഗരറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നാഗേഷ് സാർ ഇപ്പോൾ നിങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഒരു ഫ്രണ്ട് രേഖ മാഡം പുതിയൊരു കുട്ടിയായിട്ട് കടന്നു വന്നു. അപ്പം ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? ഓക്കെ, ഇതെന്തോ വലിയ സംഭവമാണ്, സോ ഞാനും സിഗരറ്റ് യൂസ് ചെയ്താലേ ഈ ഗ്യാങ്ങിലേക്ക് ഫിറ്റ് ആവുള്ളൂ എന്ന ധാരണയിൽ എന്ത് സംഭവിക്കുന്നു? ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടി സിഗരറ്റ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഒരു എക്സ്ട്രീം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാ. ഇതാണ് എന്ത് പിയർ പ്രഷർ എന്ന് പറയുന്നത്. സോ ചൈൽഡ് അഡാപ്റ്റേഷൻ, വെരി സിമ്പിൾ വേ നമ്മൾ പറയുകയാണെങ്കിൽ ചൈൽഡ് അഡാപ്റ്റേഷൻ, അവിടെ ചൈൽഡ് അഡാപ്റ്റ് ചെയ്യുന്നു. ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് നമ്മളിലെല്ലാം നടന്ന കാര്യമാണ്. ഇതിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലേ? ഇതല്ലേ സോഷ്യലൈസേഷൻ? യെസ്. ഇങ്ങനെയാണ് സോഷ്യലൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന് സൈക്കോളജിയിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്രോസസ്സാണ്. ഒരു അഡൽട്ടിലേക്ക് ഒരു കുട്ടി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സാണ്. നെക്സ്റ്റ്, ഇത് അഡൽട്ട് വി ബിക്കം, നമ്മൾ എങ്ങനെയാണ് ഒരു അഡൽട്ട് ആയത്? വി ഗോട്ട് വെരി ഗുഡ് അറ്റ് പെർഫോമിങ്. നമ്മളൊരു പെർഫോമൻസ് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്യാൻ തുടങ്ങി. അറ്റ് മീറ്റിംഗ് എക്സ്പെക്ടേഷൻസ്, അറ്റ് ഹോൾഡിങ് ഇറ്റ് ഓൾ ടുഗദർ, ബട്ട് സംവെയർ ഇൻ ദ ഡിസിപ്ലിൻ ആൻഡ് ദ ഡെഡ്ലൈൻസ് ദ പാർട്ട് ഓഫ് us that laughed within reason believed the magic answered I don't know it's the wonderful when very quiet. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ഐ ഡോണ്ട് നോ അല്ലെങ്കിൽ ഇറ്റ്സ് വെരി വണ്ടർഫുൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നമ്മൾ വിട്ടുപോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ എനിക്ക് അറിയില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല, അല്ലെങ്കിൽ അത് നല്ലതാണ്, അല്ലെങ്കിൽ കൊള്ളാലോ, അടിപൊളിയാണ്, അങ്ങനത്തെ ഒരു എക്സ്പ്രഷനോട് കൂടി സംസാരിക്കുന്ന ആ ഒരു കുട്ടിക്കാലമൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞ ഒരു അഡൽട്ടിലേക്ക്, നമ്മൾ അറിയില്ല എന്ന് പറയാൻ നമുക്ക് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ഇതെന്താന്ന് ചോദിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. സോ ആ ഒരു അഡൽട്ട് എന്നത് ഇങ്ങനെയാണെന്നുള്ള ഒരു ധാരണയിലേക്ക് ആക്ച്വലി നമ്മൾ എത്തിയ ഒരു നിമിഷമാണ് ഇപ്പൊ ഒക്കെ. നമ്മളിപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമുക്ക് എത്ര പ്രായമായാലും അഡൽട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എന്നൊരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം ചോദിക്കാനുള്ളൊരു മടി, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം കാണുമ്പോൾ കൊള്ളാലോ, അല്ലെങ്കിൽ ആ ഒരു അതിശയം പ്രകടിപ്പിക്കാനൊക്കെ ആക്ച്വലി നമ്മൾ മറന്നുപോയി. സോ നെക്സ്റ്റ്, ദ സൈക്കോളജി ഓഫ് ദ ഇത് സൈക്കോളജി ഓഫ് ദ ഇന്നർ ചൈൽഡ്. ഇന്നർ ചൈൽഡിന്റെ സൈക്കോളജി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫസ്റ്റ്, ക്യൂരിയോസിറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്യൂരിയോസിറ്റി. നമ്മളിൽ ഓരോരുത്തർക്കും, നമ്മൾ എത്ര മുതിർന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ ഈ ഒരു കുട്ടി, നമ്മൾ ആ ഒരു കുട്ടിയാണ് ഇന്ന് തെരഞ്ഞു വരുന്നത്. എവിടെയാണ് ആ കുട്ടി പോയത്? എവിടെയാണ് ആ കുട്ടി നഷ്ടപ്പെട്ടത്? ഇന്ന് ആ ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിച്ചേച്ച് വേണം ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ. സോ ക്യൂരിയോസിറ്റി, ആസ്ക് വൈ വിത്തൗട്ട് ഷെയിം. ഒരു നാണോ ഇല്ലാതെ, ഒരു മടിപ്പും ഇല്ലാതെ നമുക്ക് നമ്മൾ എന്ത് കാര്യത്തെയും ഒരു ക്യൂരിയോസിറ്റിയോട് കാണാൻ പറ്റുന്ന ആ ഒരു കുട്ടിത്തം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിലും അത് വളരെ മനോഹരമായിരിക്കും. എന്ത് കാര്യത്തെയും വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി, വളരെ ആകാംക്ഷയോടുകൂടി, അതെന്തായിരിക്കും, എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വരയോടുകൂടി ഓരോ കാര്യത്തെയും കാണാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ. അങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അങ്ങനെ? ഇന്നത്തെ സെഷനിൽ ഈ ഒരു ടോപ്പിക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു തോന്നിയേ? ഇതല്ലേ നമ്മളെ കുട്ടിത്വം നഷ്ടപ്പെട്ടത്, അതിനെ അതിലേക്ക് പറ്റിയിട്ടായിരിക്കും. തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, സോ ക്യൂരിയോസിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയാൻ, പുതിയ അറിവുകൾ നേടാൻ, എത്ര പ്രായമായാലും നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ ഉണ്ട്, അല്ലേ? ഒരുപാട്, നമ്മളെല്ലാ അറിവുകളും കിട്ടിയവരല്ല, എല്ലാ അറിവുകളും തികഞ്ഞവരല്ല. സോ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തത് ഇമാജിനേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. ഇമാജിനേഷൻ ഒരു കഴിവ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. സീയിങ് പോസിബിലിറ്റി ഓവർ പ്രോബബിലിറ്റീസ്. ഒരു സാധ്യതകളുടെ ആ ഒരു കാര്യത്തിൽ നമുക്കൊരു പോസിബിലിറ്റി കാണാൻ പറ്റുക. നമുക്ക് നടക്കില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിൽ അതൊരു സാധ്യതയുണ്ട്, നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഇമാജിൻ ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു നിറങ്ങളുടെ ലോകത്തിലേക്ക് പോകാൻ കഴിയുന്നത്.
അപ്പൊ കുട്ടികളെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എപ്പോഴും കുറെ കളേഴ്സ് ഉണ്ടാവും അല്ലെ, കുറെ ക്രയോൺസ് ഉണ്ടാവും, വാട്ടർ കളേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ തന്നെ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയേ, അവരുടെ ശേഖരത്തിന്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കളേഴ്സ് എന്ന് പറയുന്നത്. കളേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലേ? കുട്ടികളുള്ള യെസ്. വീട്ടിലറിയാം. യെസ് അപ്പൊ യെസ് നിങ്ങളുടെ ഭിത്തികൾ നോക്കിയാൽ അറിയാം. നിങ്ങൾ എത്ര പെയിന്റ് ചെയ്ത് വെച്ചാലും കുഞ്ഞു കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും, അവർ ഭിത്തിയിൽ വരയ്ക്കും. അവരുടെ ലോകം അവർ ആ ഒരു ഭിത്തിയിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ശരിയാണോ? യെസ്. നിങ്ങൾ യെസ് അങ്ങനെ മാം ചെയ്യാറുണ്ടോ? എത്ര കഷ്ടപ്പെട്ടാലേ ഭിത്തിയൊക്കെ ഭിത്തിയിൽ വരയ്ക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ഇമാജിനേഷൻ എങ്ങനെ കൊണ്ടുവരാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഇമാജിനേഷൻ പുറത്തെടുക്കാറുണ്ടോ? യെസ് ഉണ്ടോ? യെസ് യെസ് യെസ്. യെസ്. കുറവാണ്. ഓക്കെ, ആ ഇമാജിനേഷൻ പുറത്തെടുക്കുമ്പോഴാണ് ഒരു കുട്ടി എന്ന രീതിയിൽ അതൊരു ചിത്രമായിട്ട് പുറത്തു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളെ തുറക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നത്. പോസിബിലിറ്റി നടക്കില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ലോകം മൊത്തം അത് പറ്റില്ല, അത് നടക്കില്ല എന്ന് നിങ്ങളെ നോക്കി പറയുമ്പോൾ അത് നടന്ന് കാണിക്കണമെങ്കിൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം ഓപ്പൺ ചെയ്യാൻ പറ്റണം. അടുത്തത് ഫിയർലെസ്നെസ്, പേടിയില്ലാത്തൊരവസ്ഥ. ഒരു കുട്ടിയെ നിങ്ങൾ എടുത്തു നോക്കി, ആ കുട്ടിക്ക് തീ പേടിയുണ്ടോ? ഇല്ല ഇല്ല തീ കാണുമ്പോൾ അത് ഭയങ്കര ക്യൂരിയോസിറ്റി അല്ലെ, എന്തോ ഒരു സാധനം നല്ല രസമുണ്ടല്ലോ, ലൈറ്റ്, അവിടെ എന്തോ ഒരു ഹീറ്റ് വരുന്നുണ്ട്, കൊള്ളാലോ, പോയി കൈ തൊടും. കൈ തൊട്ട് കഴിയുമ്പോഴായിരിക്കും ഓക്കെ തിരിച്ചു വലിക്കുന്നത്. ഓക്കെ, അത് അറിയാൻ ഉള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. ആ ഒരു പേടിയില്ലായ്മ. ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാല് പാമ്പ് കൊത്തുവെന്നും, അല്ലെങ്കിൽ ആ ഒരു പാമ്പിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്നും ഒരിക്കൽ ഒരാൾ പറയുന്നതും വരെ പാമ്പിന്റെ അടുത്തേക്ക് പോകാൻ അത് പേടി കാണിക്കുന്നുണ്ടോ കുട്ടി? ഇല്ല. ഇല്ല. ഇല്ല അവിടെ ഒരു ഫിയർലെസ്നെസ് ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ ഒരു കുട്ടിയാവാൻ വേണ്ടി ശ്രമിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫിയർലെസ്നെസ് നമ്മളിലേക്ക് വരുവാണെങ്കിൽ ആക്ച്വലി അത് നമ്മുടെ നമ്മുടെ ഇന്നർ ചൈൽഡിന് ഒരു ഹീലിംഗ് ആയിരിക്കും. ഫിയർലെസ്നെസ്, ട്രൈങ് വിത്തൗട്ട് നീഡിങ് ടു സക്സീഡ്. അവിടെ ഒരു ജയിക്കുക എന്നുള്ളതല്ല, ആക്ച്വലി ജയവും തോൽവിയേക്കാൾ കൂടുതൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഇന്ന് ആ ഒരു കുട്ടി തീയിലേക്ക് ഒന്ന് തൊടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്താൽ മതി ആക്ച്വലി. അല്ലാതെ തൊടരുത്, തീ ഇന്ന അപകടമാണ് അങ്ങനെ പറയുന്നതിനപ്പുറത്തേക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, പക്ഷെ ട്രൈ ചെയ്യാനുള്ളൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഹീറ്റ് അനുഭവിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ എക്സ്പീരിയൻസ് എന്താന്ന് മനസ്സിലാക്കാൻ, ഇതിനെല്ലാം അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലെ ആ ഒരു കുട്ടിത്തം നഷ്ടപ്പെടാതെ അതിനെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. സോ ഫിയർലെസ്നെസ് ആണ് അടുത്ത പോയിന്റ്. നെക്സ്റ്റ്, പ്ലേഫുൾനെസ്, ജോയ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്. നമുക്കൊരു കുട്ടി കളിക്കുമ്പോൾ നിങ്ങളൊന്ന് അതിന്റെ അടുത്ത് പോയി നിന്ന്, കുട്ടിയുടെ അടുത്ത് പോയി നിന്ന് നോക്കിയാൽ മനസ്സിലാവും, പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ആ കുട്ടി കളിക്കുന്നതിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമല്ല, ഇന്ത്യക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വേൾഡ് കപ്പിലോ ഒന്നും അല്ല കുട്ടി കളിക്കുന്നത്. അങ്ങനത്തെ ലക്ഷ്യങ്ങളോട് കൂടി ഒന്നും അല്ല കളിക്കുന്നത്. ആണോ? നിങ്ങളുടെ അല്ല. വീട്ടിലെ കുട്ടികൾ എന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണോ കളിക്കുന്നത്? ഈ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടികൾ അവരുടേതായ കളി. അതെ, തീർച്ചയായിട്ടും കുട്ടികൾക്ക് കുട്ടികളുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി കുട്ടികളായി കണ്ടെത്തുന്ന കുറെ കളികള്, ഇപ്പം പൂജ്യം വട്ട അല്ലെങ്കിൽ SOS, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കളികളായിരിക്കും. അല്ലെങ്കിൽ മണ്ണ് വെച്ച് കളിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മണ്ണിൽ കളിക്കാറുണ്ടോ? ഇന്നത്തെ മണ്ണിലില്ല, കുട്ടികളെ ഒന്നും മണ്ണിൽ പേപ്പറൊക്കെ കളിക്കാനൊന്നും കട്ട് നമ്മൾ ചെയ്തിട്ട് വിടാറില്ല ഇല അല്ലെ? അത് ഇതെല്ലാം ഉപയോഗിച്ചിട്ട് കഞ്ഞി കറിയെല്ലാം ആക്കിയിട്ട് കളി. ഉണ്ട് മാഡം, മണ്ണ് കളിക്കാറുണ്ട്. മണ്ണപ്പാട്ട് പേപ്പർ കളിക്കലുണ്ട് ശരിയാണോ? അതെ 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 അതെ, നമ്മളൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന കളികളാണ് മണ്ണിൽ കളിക്കുന്നത്, അതേപോലെ റോക്കറ്റ് ഉണ്ടാക്കി കളിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് കിട്ടുന്നുണ്ടോ? വളരെ ചെറുപ്പത്തിലെ കുട്ടിയെ നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. കുട്ടികളിലെ കുട്ടിത്തം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയെ നമ്മളിലെ കുട്ടിയെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാലഘട്ടം. ആ ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സോ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്ക് കളികളിൽ ഏർപ്പെടാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു സ്ട്രെസ് ഇല്ലാതെ, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ നൈസ് തിങ്. നെക്സ്റ്റ്, ഇമോഷണൽ ഹോണസ്റ്റി, ഫീലിംഗ് വിത്തൗട്ട് ഫിൽട്ടറിങ്. അതായത് നമുക്കൊന്ന് ദേഷ്യപ്പെടാൻ പറ്റുന്നുണ്ടോ, നമുക്കൊന്ന് സങ്കടപ്പെടാൻ പറ്റുന്നുണ്ടോ, നമുക്കൊന്ന് ചിരിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്കൊന്ന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ, പ്രത്യേകിച്ച് ആ ഒരു ഈ ഹോണസ്റ്റി, ഭയങ്കര ഹോണസ്റ്റ് ആയിട്ട് ഇമോഷനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ കുട്ടികളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് നിസ്വാർത്ഥമായിട്ടാണ് അവർ ചിരിക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് വലിയ കാരണങ്ങളൊന്നും ഉണ്ടാവണം എന്നൊന്നുമില്ല. 1 കോടി രൂപയുടെ എന്തെങ്കിലും ബിസിനസ് നടക്കുമ്പോൾ മാത്രമല്ല അവർ ചിരിക്കുന്നത്, 1 കോടി രൂപയുടെ ബിസിനസ് നടന്നാലും ചിരിക്കാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ ആ ഒരു കുട്ടിയെ നോക്കി പ്രത്യേകിച്ച് വലിയ വലിയ കാരണങ്ങളൊന്നും കിട്ടണമെന്നില്ല. ചെറിയ കാരണങ്ങളിൽ കരയുകയും ചെറിയ കാരണങ്ങളിൽ സന്തോഷിക്കുകയും ചെറിയ കാരണങ്ങളിൽ അവരുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു കുട്ടിത്തം. അങ്ങനെയാണോ നമ്മളിൽ ഓരോരുത്തർക്കും? എങ്ങനെയാണ് ഇമോഷൻസിനെ ഹോണസ്റ്റ് ആയിട്ട് പ്രകടിപ്പിക്കാൻ കഴിയാറുണ്ടോ? യെസ് യെസ് ഉണ്ട്.
പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ചില സമയത്ത് അതിനെ ഹൈഡ് ചെയ്യൂ. യെസ്. മിക്കവാറും സമയങ്ങളിൽ നിങ്ങൾ എടുത്തു നോക്കിയേ, മിക്കവാറും സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമോഷൻസിനെ ഹൈഡ് ചെയ്യാറുണ്ട്. അതെന്താ, നമ്മൾ അറിയാതെയോ നമ്മളൊരു മുതിർന്ന വ്യക്തിയാണെന്നുള്ളൊരു ധാരണ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ കൊടുക്കുന്നതാണ് ആക്ച്വലി. സോ ക്യൂരിയോസിറ്റി, കുട്ടികളിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യൂരിയോസിറ്റി. ആസ്ക് ചെയ്യുക, ചോദിക്കാനുള്ളൊരു മനോഭാവം. അടുത്തത് ഇമാജിനേഷൻ, ഒരു ഇമാജിനേഷൻ വേൾഡിലേക്ക് പോകാനുള്ളൊരു കഴിവ്. അടുത്തത് ഫിയർലെസ്നെസ്, ഒന്നിനോടും പേടിയില്ലാത്തൊരവസ്ഥ. അടുത്തത് പ്ലേഫുൾനെസ്, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും വെക്കാതെ പർപ്പസ് വെക്കാതെ കളിക്കാനുള്ളൊരു മനോഭാവം. അടുത്തത് ഈ ഹോണസ്റ്റ് ആയിട്ട് ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നൊരു മനോഭാവം. ഇതിന് കാൾ ജംഗ് പറയുന്ന സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആള് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, എപ്പോഴും ഒരു ഇന്നർ ചൈൽഡ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ആ ഒരു ഇന്നർ ചൈൽഡ് നമ്മളെ ഒരു അക്രോടൈപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം. അതിനെ ഒരു മെമ്മറി അല്ല, ആക്ച്വലി ആ ഇന്നർ ചൈൽഡ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ട്. നമ്മൾ അതിനെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തത്. സോ എപ്പോഴാണ് നമുക്ക് ആൻസൈറ്റിയിലൂടെ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അതിനെ നമ്മൾ പലപ്പോഴും അത് ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇമാജിനേഷൻ, ഫിയർലെസ്നെസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൻസൈറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൂടെ, അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളുടെ അറിഞ്ഞോ അറിയാതെ നമ്മളിൽ പലപ്പോഴും പല പേടികൾ നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല പർപ്പസുകൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടാണ് ആക്ച്വലി ഈ ഇന്നർ ചൈൽഡ് ഒരു ബുദ്ധിമുട്ടായിട്ട്, ഒരു ഹൈഡായിട്ട്, ഒരു തടസ്സമായിട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ വന്ന് മുട്ടുന്നുണ്ട്. എനിക്ക് കുറച്ച് ഒന്ന് ഇമാജിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഈ കാര്യം ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് പറയും, ഓ വേണ്ട, ഇപ്പം വേണ്ട, ഇപ്പൊ നീ അത്രയും ക്യൂരിയോസിറ്റി കാണിക്കണ്ട, ഇപ്പൊ അത്രയും ഇമാജിനേഷൻ കാണിക്കണ്ട, അല്ലെങ്കിൽ ഇപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കണ്ട, ഇപ്പം കളിക്കാനുള്ളൊരു സമയമല്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആ ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നു, വീണ്ടും തിരിച്ച് പറഞ്ഞു വിടുന്നു. നമ്മൾ എല്ലാവരിലും ഈ ഒരു ഇന്നർ ചൈൽഡ് വന്ന് മുട്ടുന്നുണ്ട്. ആ മുട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ, അതിനൊന്ന് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പുറത്ത് വരാനുള്ള ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ്, റെക്കഗ്നൈസിങ് ദ ഡിസ്റ്റൻസ്. നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ, ആ ഒരു കുട്ടിയിൽ നിന്ന് അഡൽട്ട് ആയ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇറ്റ് വിൽ ബി എ നൈസ് തിങ്. യു ഓവർ തിങ്ക് വാട്ട് യു വൺസ് ജസ്റ്റ് ഫെൽറ്റ്. നമ്മൾ ജസ്റ്റ് ഫെൽറ്റ് ആയി പോയിരുന്ന ഒരു കാര്യത്തെ, ജസ്റ്റ് അതൊരു ചിന്ത മാത്രമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ എല്ലാ കാര്യത്തെയും ഓവർ തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എന്തിനാ സൺസെറ്റ് നമ്മൾ കാണുവാണെങ്കിൽ, നമ്മളൊന്ന് എവിടെയെങ്കിലും ഒരു സീഷോറിൽ പോവുകയാണെങ്കിൽ അവിടെ സൺസെറ്റ് കണ്ടു, നമ്മൾ ഫസ്റ്റ് എന്താ ചിന്തിക്കുന്നത്, ഫോട്ടോ എടുത്ത് എന്ത് ചെയ്യണം, ഇൻസ്റ്റഗ്രാമിലോ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യണം. ഇങ്ങനെയായിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. അല്ലെങ്കിൽ നമുക്കതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്നത്. അതിനേക്കാൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം. പക്ഷെ അത് ശരിക്കും എന്തോ ചെയ്യേണ്ടത്, അത് ആസ്വദിക്കുകയാണോ വേണ്ടത്? അത് ആസ്വദിക്കുക ചെയ്യേണ്ടത്. ഒരു സൺസെറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ സൺറൈസ് കാണുമ്പോൾ അതിനെ ആസ്വദിക്കാൻ പറ്റണം. ആക്ച്വലി ഒരു കുട്ടി എന്ന രീതിയിൽ അത് എന്ത് ചെയ്യും, അതിനെ എത്രമാത്രം ആസ്വദിക്കുന്നുണ്ടെന്ന് അറിയോ, എത്രമാത്രം അത് മുഴുവനായി ആസ്വദിക്കാൻ പറ്റുന്നത് ആക്ച്വലി കുട്ടിക്കാണ്. സോ ആ ഒരു കുട്ടിയാവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിസ്റ്റൻസ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുട്ടിയായിരുന്നപ്പോൾ പ്രത്യേകിച്ച് സങ്കടങ്ങളോ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെ തുറന്ന മനസ്സോടു കൂടി ആ ഒരു സൺസെറ്റിനെ ആസ്വദിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഇന്നോ, സോറി മാം, ആ ഒരു പോയിന്റിലെ എനിക്കൊരു ചെറിയൊരു ഒബ്സർവേഷൻ ഉണ്ട്. ക്യാൻ ഐ ഷെയർ വിത്ത് യു? കേൾക്കുന്നില്ല, പറഞ്ഞോ. ആ ഒരു പോയിന്റിൽ ഒരു ചെറിയൊരു ഒബ്സർവേഷൻ ഞാൻ കണ്ടത്, ക്യാൻ ഐ ഷെയർ എന്ന് ചോദിക്കുക. പ്ലീസ്. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ എടപ്പള്ളിയിൽ പള്ളി പെരുന്നാളായിരുന്നേ. അപ്പൊ വൈകുന്നേരം ഞാൻ എടപ്പള്ളി പെരുന്നാളിൽ പോയി. അപ്പൊ ഒരു അറൌണ്ട് 10 o'clock ആയപ്പോഴത്തേന് വെടിക്കെട്ട്. അപ്പം ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് ഐ എം ആക്ച്വലി ഒബ്സർവിങ് ഒരു 80% ഓഫ് ആളുകളും വെടിക്കെട്ട്, ആസ് യു സെഡ്, നേരിട്ട് കാണുകയല്ല, whereas they are all recording it. അവരുടെ എല്ലാം ക്യാമറകളാണ് മുകളിൽ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ്, ഈ ഒരു വെടിക്കെട്ട് അവരുടെ നഗ്ന നേത്രം കൊണ്ടല്ല കാണുന്നത്, ക്യാമറ കണ്ണുകളിൽ കൂടെയാണ് കാണുന്നത്. സോ അവർ എൻജോയ് ചെയ്യുന്നില്ല. I mean, they are actually thinking, they're actually saving it for the future, which never comes actually. നമ്മൾ ഈ ചെയ്യുന്ന പലതും എത്ര പ്രാവശ്യം നമ്മൾ വീണ്ടും എടുത്ത് നോക്കുന്നുണ്ട് എന്നുള്ളത്, that's a different question. So
ഐ കംപ്ലീറ്റ്ലി അഗ്രി വിത്ത് യു വെൻ യു സെഡ് നമുക്കിപ്പം ഈ പറഞ്ഞ പോലെ റാദർ ദാൻ എൻജോയിങ് ദി പ്രസന്റ് വി വോണ്ട് ടു സേവ് തിങ്സ് വിച്ച് Yes, we can enjoy for future which never happens. happens. Correct. Yes, യെസ് absolutely. യെസ് Over to you, over to you. കറക്റ്റ്. താങ്ക് യു. നമ്മള് സാർ പറഞ്ഞത്, ബോബി സാർ പറഞ്ഞ, താങ്ക് യു സാർ. സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ എന്തൊരു ഇവന്റിന് പോയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് കണ്ണില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ ക്യാമറയിൽ അത് സേവ് ചെയ്യുന്നു. ആക്ച്വലി നിങ്ങളിപ്പം പല സെഷൻസ് നടക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട്സ് എടുക്കാറുണ്ട്. ഓ നല്ല പോയിന്റ് ആണെന്ന് വിചാരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കും. എത്ര പേര് ആ സ്ക്രീൻഷോട്ട് പിന്നെ നോക്കാറുണ്ട്? ഒരു വട്ടമെങ്കിലും നോക്കാറുണ്ട്? Yes. നിങ്ങൾ ആ സത്യാണ്. ഒരു ഞാൻ സ്ക്രീൻഷോട്ട് കുറെ നാൾ ഞാൻ കഴിയുമ്പോൾ സ്ക്രീൻഷോട്ട്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഡിലീറ്റ് ചെയ്ത് കളയും. അതല്ലേ ഞാൻ സംഭവിക്കാറ്? നോക്കാറുണ്ട്. ആ ആ ഒരു നോക്കാറുണ്ട്, സെഷന്റെ നോക്കുന്ന പേജിൽ എഴുതി ആൾക്കാരുണ്ട്. വെക്കാറുണ്ട്. യെസ്. തീർച്ചയായിട്ടും. നല്ല കാര്യം, നല്ല കാര്യം. അപ്പൊ സാറിന്റെ ഉള്ളിലെ ആ ഒരു കുട്ടി ഇന്നർ ചൈൽഡ് നന്നായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ഈ പ്രസന്റിൽ ജീവിക്കുക എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി പ്രസന്റിൽ ജീവിക്കുക ചെയ്യുന്നത്. സോ യു ഓവർ തിങ്ക് വാട്ട് യു വൺസ് ജസ്റ്റ് ഫെൽറ്റ്. നമ്മൾ ജസ്റ്റ് ഫെൽറ്റ് ചെയ്ത് ആ ഒരു നല്ല മനോഹരം നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അതിന് പകരമായിട്ട് നമ്മളത് ക്യാപ്ചർ ചെയ്യുന്നു. നെക്സ്റ്റ് പോയിന്റ്, യു അപ്പോളജൈസ് ഫോർ ടേക്കിംഗ് അപ്പ് സ്പേസ്. നിങ്ങൾ ഒരു സ്പേസ്, എ ചൈൽഡ് ഹൂ റാൻ ഇൻ ടു എവറി റൂം നൗ ഹെസിറ്റേറ്റ് അറ്റ് എവറി ഡോർവേ. അതായത് പലപ്പോഴും നമ്മൾ ഹെസിറ്റേറ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി നമുക്ക് മടി തോന്നുന്നു. സോ അപ്പോളജൈസ് ചെയ്യാൻ വേണ്ടി, ഒരു സ്പേസ് എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ചാൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും കൂട്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും എടുക്കാൻ വേണ്ടി, ട്രൈ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമ്മൾ പഠിച്ചു വന്ന കാര്യം, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യം, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആണെങ്കിൽ മാത്രം നമ്മൾ ട്രൈ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു ധാരണ നമ്മളെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, പ്ലേ ഫീൽസ് ലൈക്ക് എ ലക്ഷറി യു ഹാവൻറ്റ് ഏൺഡ്. നിങ്ങൾക്ക് അറിയത്തില്ലാത്തൊരു കാര്യം പോലെ, കളിക്കാൻ അറിയില്ല എന്നൊരു ധാരണ പോലെ നമ്മൾ അതൊരു ലക്ഷറിയാണ്, അത് കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു കാര്യം പോലെ നമ്മൾ കളിക്കാൻ സമയം കണ്ടെത്താത്തൊരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനൊരു ഒരു മാറ്റം ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു കുട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന വ്യക്തി ആയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു കുട്ടിയായിരുന്നപ്പോൾ അതൊരിക്കലും ഒരു ലക്ഷറി അല്ലായിരുന്നു, അതൊരു കുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ആക്ച്വലി. പക്ഷെ ഇപ്പോഴത്തെ സമയത്ത് കളിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സമയം ഉയ്യോ അതൊക്കെ ഒരു ലക്ഷറിയാണ് എന്നൊരു ധാരണ നമ്മുടെ മനസ്സിൽ, ഉയ്യോ എനിക്ക് അതിനൊന്നും സമയമില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത്രയും സമയം വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ധാരണ ആക്ച്വലി മനസ്സിലേക്ക് വന്നു. റെസ്റ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുറ്റബോധമാണ് ആക്ച്വലി വരുന്നത്. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. പെട്ടെന്ന് നമ്മൾ പ്രായമായി പോകും. നിങ്ങൾ റെസ്റ്റ് എടുക്കാറുണ്ടോ? നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെസ്റ്റ് എടുക്കാറുണ്ടോ? യെസ്. റെസ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ, ഒരു കുട്ടിക്ക് ഉറക്കം വരുമ്പോൾ കുട്ടി എത്ര നേരം ഉറങ്ങാറുണ്ട്? കുട്ടി ഉറങ്ങുന്നത് പോലെ ഉറങ്ങാനൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ കുട്ടിക്ക് ഉറക്കം വരുമ്പോൾ കുട്ടി ഉറങ്ങാറുണ്ട് ഇല്ലേ? യെസ്. യെസ് മാം. കുട്ടിക്ക് ഉറക്കം വരുമ്പോൾ കുട്ടി ഉറങ്ങാറുണ്ട്. കുട്ടി തന്നെ ഏത് ബസ്സിലിരുന്നാണേലും പുറത്തിരുന്നാണേലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വളരെ എന്ത് പ്രത്യേകിച്ച് ടെൻഷൻ ഒന്നും ഇല്ലാതെ വളരെ കൂളായിട്ട് ആ കുട്ടി ഉറങ്ങാറുണ്ട് അല്ലേ? നിങ്ങൾ യെസ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികൾ ഉറങ്ങുന്നത്? യെസ്. എന്ത് മനസ്സിന് എന്ത് സമാധാനത്തോടെയാണ് ആ കുട്ടി ഉറങ്ങുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? അങ്ങനെ കഴിയണം. ആ ഒരു കുട്ടിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ഒരു ചൈൽഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ആക്ച്വലി നമ്മളൊരു കുട്ടിയെ നോക്കി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ പ്ലേ ഫീൽസ് ലൈക്ക് എ ലക്ഷറി യു ഹാവൻറ്റ് ഏൺഡ്. നിങ്ങൾ ഒരിക്കലും ഏൺ ചെയ്തിട്ടില്ലാത്തതുപോലെ അതൊരു ലക്ഷറി ആയിട്ട് തോന്നുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട് ഒരു മുതിർന്ന വ്യക്തിയാകുമ്പോൾ. സോ റെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്കെന്തോ കഴിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് പലപ്പോഴും പോവാറുണ്ട്. സോ ഈ 3 പോയിന്റ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. നമ്മളിലെ കുട്ടി നഷ്ടപ്പെട്ട സമയത്ത് സംഭവിച്ച ഒരു കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. ഈ എനി ഓഫ് ദീസ് ഫെൽറ്റ് ഫെമിലിയർ, നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക, നിങ്ങളിലെ കുട്ടി എപ്പോഴോ നിങ്ങൾ പോലും അറിയാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ദ റിട്ടേൺ. നമുക്ക് തിരിച്ചു വരാം. തിരിച്ച് ആ കുട്ടിയെ പിടിക്കൊണ്ടുവരണോ? യെസ്. തീർച്ചയായിട്ടും ആ കുട്ടി നമ്മളിലേക്ക് തിരിച്ചു വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ, ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ആ ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത്. ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് ആൻസൈറ്റിയും ഡിപ്രഷനും നമ്മൾ കേൾക്കാറുണ്ടോ? സ്ട്രെസ് ഇല്ല. കേൾക്കാറുണ്ടോ?
ഇല്ല ഇല്ല. 2 വയസ്സുള്ള കുട്ടി പറയാറുണ്ടോ, അയ്യോ എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, പറയാറുണ്ടോ? ഇല്ല. ഇല്ല. അങ്ങനെ ഏതെങ്കിലും കുട്ടികൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമ്പിളിമാടെ ഇല്ല കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഗോപി സാർ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? ഹലോ. ഇല്ല 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 ഇല്ല. No, no, no. ഒരു കുട്ടി ഒരിക്കലും പറയും, "അയ്യോ, എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആണ്, സ്ട്രെസ് ആണ്, ഈവൻ തലവേദനയാന്ന് പോലും പറയുന്നത് വളരെ കുറവായിരിക്കും." സോ നമ്മൾ ആ ഒരു സമയത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുവാണെങ്കിൽ നല്ലതായിരിക്കും. തിരിച്ചു വരണമെങ്കിൽ നമുക്ക് സ്ട്രെസ് ഇല്ല, തലവേദന ഇല്ലാതിരിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ ഒരു മനസ്സിലേക്ക് തിരിച്ചു വരിക. സോ ദിസ് ഈസിന്റ് അബൌട്ട് റിഗ്രഷൻ, ഇറ്റ്സ് അബൌട്ട് ഇന്റഗ്രേഷൻ, ബീയിങ് ദ ചൈൽഡ്സ് ഗിഫ്റ്റ് ഇൻ ടു ദ അഡൽട്ട്സ് ലൈഫ്. നമ്മൾ ആ ഒരു കുട്ടിക്ക് എന്തൊക്കെയാണോ ഗിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഒരു അഡൽട്ടിന്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇനി നമുക്ക് തിരിച്ച് ഒരു കുട്ടിയായിട്ട് പാല് കുടിക്കുന്ന അവസ്ഥയിലേക്ക് പോവാം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുട്ടികൾക്കുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? എന്തൊക്കെ പോയിന്റ്സ്, ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എന്തൊക്കെയൊന്ന് പറയാം? ക്യൂരിയോസിറ്റി, ഇമോഷണൽ, ഹോണസ്റ്റ് ആയിട്ട് ഇമോഷണലെ എക്സ്പ്രസ് ചെയ്യുക. അടുത്തത് ഇമാജിനേഷൻ, ഫിയർലെസ്നെസ്, പ്ലേഫുൾ, ഇങ്ങനെ ഇങ്ങനത്തെ ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഈ പോയിന്റ്സ് എല്ലാം അഡൽട്ട് ആയിരിക്കുന്ന നമ്മളിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത്. ശരിയല്ലേ? നമുക്കിനി തിരിച്ചൊരു കുട്ടിയാവാൻ പറ്റുമോ? ഹലോ. യെസ്. ഇല്ല മാം, ഇല്ല, കുട്ടിയാവാൻ പറ്റില്ല. പക്ഷെ കുട്ടിയുടെ ചില മാനറിസംസ് നമുക്ക് ഫോളോ ചെയ്യാം. അതെ, ഒരുപാട് നല്ല മാനറിസം ആ കുട്ടികളിലുണ്ട്. ആ ഒരു മാനറിസം നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. സോ ആസ്ക് മോർ ക്വസ്റ്റ്യൻ. ഇനി മുതൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അറിയാതെ ഒരിക്കലും സംഭവിക്കത്തില്ല. നമ്മൾ ഒരു കുട്ടിയായിരുന്ന സമയത്ത് നമ്മളിൽ പലരും പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. നമ്മൾ സ്കൂളിലാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അടിച്ചമർത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ കുട്ടി അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്തോ തെറ്റാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എൻ്റെ അറിവില്ല എന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്നൊരു ചിന്ത. സോ ഇനി മുതൽ നിങ്ങൾ ബോധപൂർവം ആ ഒരു ക്യൂരിയോസിറ്റിയെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളായിട്ടൊരു സ്റ്റെപ്പ് എടുക്കുക. നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങളിൽ കാണാൻ പറ്റും. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഭയങ്കര റിലാക്സ്ഡ് ആവും. നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഭയങ്കര ഹാപ്പിനെസ് അനുഭവിക്കാൻ തുടങ്ങും. ആ ഒരു ഉള്ളിലെ ആ ഒരു കുട്ടി ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. സോ ആസ്ക് മോർ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ എന്ത് കാര്യം വന്നാലും അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ, പ്രതികരിക്കാനുള്ളൊരു മനോഭാവം കണ്ടെത്തുക. അങ്ങനെ കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിനകത്തിരിക്കുന്ന 1-2 പേരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്നത്തെ സെക്ഷൻ വളരെ വിജയമായെന്ന് പറയാം. സോ ക്യൂരിയോസിറ്റി ഈസ് നോട്ട് എ സൈൻ ഓഫ് ഇഗ്നോറൻസ്, ഇറ്റ്സ് ദ എൻഗേജ് ഓഫ് എവറി ബ്രേക്ക് ത്രൂ. ഓരോ കാര്യങ്ങളിലും നമ്മൾ എൻഗേജ് ആവുന്നതാണ് ആക്ച്വലി ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ ബോധപൂർവം എൻഗേജ് ആവുക. നെക്സ്റ്റ്, ഫീൽ വിത്തൗട്ട് എഡിറ്റിംഗ്. നമ്മൾ എഡിറ്റിങ്ങിന്റെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അല്ലേ? എന്ത് കാര്യത്തിലും എഡിറ്റിംഗ് നമുക്കിത് കാണാൻ പറ്റും അല്ലെ? പ്രത്യേകിച്ച് എഐയുടെ വരവോടുകൂടി എന്തൊരു കാര്യം, ഇന്ന് പോസ്റ്റർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്തൊരു പ്രസന്റേഷൻസോ ഒരു കാര്യവും ഒരുപാട് സമയം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല ആക്ച്വലി എഡിറ്റിംഗ്. ഫീൽ വിത്തൗട്ട് എഡിറ്റിംഗ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എഡിറ്റിംഗ് ഇല്ലാതെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ പറ്റുക. നമുക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ കരയാൻ പറ്റുക, അല്ലെങ്കിൽ സന്തോഷം വരുന്നുണ്ടെങ്കിൽ ചിരിക്കാൻ പറ്റുക. എന്ത് കാര്യത്തെയും നമുക്ക് എഡിറ്റിംഗ് ഇല്ലാതെ എന്ന് ഉദ്ദേശിക്കുന്ന ഇമോഷൻസിനെ ഇമോഷനായിട്ട് തന്നെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, അതൊരു വീക്ക്നെസ് അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്ക്, അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാൻ പറ്റണം. അങ്ങനെ വരുമോ? അതൊരു നാണക്കേടല്ല ആക്ച്വലി. നമ്മളുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഇനിയിപ്പം നിങ്ങളൊരു വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഒരു 10 വർഷം കൂടെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഇമോഷനെ നമ്മൾ എഡിറ്റിംഗ് ഇല്ലാതെ ഫ്രീ ആയിട്ട് ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ പറ്റുക എന്നുള്ളൊരു അവസ്ഥ. അങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കും. നിങ്ങളുടെ മൈൻഡിനും ശരീരത്തിനും ഒരുപോലെ ഹെൽത്തി ആയിരിക്കും. നെക്സ്റ്റ്, പ്ലേ ഓൺ പേർപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കളിക്കുന്ന കളികളിൽ ഏർപ്പെടുന്ന, ആക്ച്വലി നമ്മളെ യൂത്ത് ആക്കി നിലനിർത്തുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് നിലനിർത്തുന്ന ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് കളികളിൽ ഏർപ്പെടുക എന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഏറ്റവും നല്ല നമ്മളുടെ ചെറിയ കാലഘട്ടത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണവും അതുപോലെ നമ്മൾ എങ്ങനെ എത്ര മാത്രം എനർജറ്റിക് ആയിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും ഒരു 40s എത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ അന്ന് ആ ഒരു 40s അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കുറെ പ്രോട്ടീൻ പൗഡർ കഴിച്ചത് കൊണ്ട് നമ്മൾ ആരോഗ്യം ഉണ്ടാവുമോ? ഇല്ല.
ഇല്ല, നമ്മൾ ചെറിയ പ്രായത്തിൽ നമ്മൾ എത്രമാത്രം ആ ഒരു കാര്യത്തിൽ എഫേർട്ട് എടുത്തോ അതിന്റെ റിസൾട്ട് ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് പർപ്പസോട് കൂടി നമ്മൾ ബോധപൂർവം കളികളിൽ ഏർപ്പെടുക. പ്രത്യേകിച്ച് കളിക്കാൻ സമയമില്ല എന്ന് പറയുന്നവര്, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കൂടെ കളിക്കാൻ സമയമില്ല എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ ഇന്ന് നമ്മൾ മുതിർന്നപ്പം നമുക്ക് വീട്ടിൽ മക്കളുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ കളികളിൽ ഏർപ്പെട്ട് തുടങ്ങി, ഓൾറെഡി നമ്മുടെ സ്ക്രീനിൽ കാണാൻ തുടങ്ങി. ഓക്കെ, സോ പർപ്പസോട് കൂടി നമ്മളായിട്ട് അങ്ങനെ അതിനുള്ള ഒരു അവസരം കൊടുക്കുക. നമ്മളിൽ തന്നെ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ജോയ്ഫുൾ അനുഭവം നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് കളികൾ, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മൾ ആമസോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കാർഡ്സ് ഒക്കെ കിട്ടും. യുനോ എന്ന് പറയുന്നത് നല്ലൊരു കാർഡാണ്. അതുപോലെ ഒരുപാട് നല്ല ഗെയിംസ് കിട്ടും. ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള, ഫാമിലിയെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫാമിലി കാർഡ്സ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാർഡ് ഗെയിംസ് കിട്ടും. ഇനി ചെസ് കളി നമ്മൾ പഠിക്കാൻ, ഇന്നിപ്പോ പണ്ടത്തെ പോലെ പഠിക്കാനൊന്നും അത്ര പാടുള്ള കാര്യമല്ല. ഇപ്പം യൂട്യൂബിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയെ അത് സഹായിക്കും. അതുവഴി നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ ഗെയിംസിൽ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ്. നെക്സ്റ്റ്, ബീയിങ് ബിഫോർ യു ആർ റെഡി. ദി ചൈൽഡ് ഹലോ. ഓക്കെ, ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്ത് വെക്കോ. ഉസ്മാൻ സാർ. ഓക്കെ, ദി ചൈൽഡ് നെവർ വെയിറ്റഡ് ഫോർ പെർമിഷൻ ടു ട്രൈ. ഒരിക്കലും ഒരു കുട്ടി ഒരു പെർമിഷന് വേണ്ടി ട്രൈ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു തീയിലേക്ക് കൈയിടാൻ വേണ്ടി പോകുമ്പോൾ പെർമിഷൻ ചോദിച്ചിട്ടാണോ തീയിലേക്ക് കൈയിടുന്നത്? ഞാൻ ഇതിൽ കൈയിട്ടോട്ടെ ചോദിക്കാറുണ്ടോ? ഇല്ല. അത് അനുഭവിക്കാനുള്ളൊരു മനസ്സ്, ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഓക്കെ, ഒരിക്കൽ എപ്പോഴും റെഡിയാണ്, എപ്പോഴും വില്ലിങ് ആണ്. ഒരു പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ഭവിഷ്യത്തല്ല, നെഗറ്റീവ് സൈഡ് അല്ല പറയുന്നത്. ഇന്ന് നിങ്ങൾ അഡൽട്ട് ആയതുകൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവ് സൈഡുകളൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷെ സെയിം ടൈം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പെർമിഷൻ ചോദിക്കാതെ ഒരു വില്ലിങ്നെസ്സോട് കൂടി എപ്പോഴും റെഡിനെസ് ആയിട്ടുള്ള ഒരു മനോഭാവം വരുവാണെങ്കിൽ, ഞാൻ അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കാതെ ചാൻസസ് നമ്മൾ കൊടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ, എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം, നമ്മളൊന്ന് ട്രൈ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കുവാണെങ്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആ ഒരു കുട്ടിക്കാലത്തേക്ക്, നമ്മളിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുട്ടിയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. സോ ഈ ഒരു റിട്ടേൺ നമ്മളെ ഹെൽത്തി ആക്കാനും, മെന്റലി, ഫിസിക്കലി, എല്ലാ രീതിയിലും, ബോഡി, മൈൻഡ്, സോൾ, എല്ലാ രീതിയിലും നമുക്ക് ഒരുപാട് സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്ന, നമ്മളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു റിട്ടേൺ എന്ന് പറയുന്നത്. സോ ഈ ഒരു റിട്ടേണിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ പണ്ട് കണ്ടതുപോലെ, ഇന്നലെ കണ്ടതുപോലെ ആയിരിക്കില്ല ഇന്ന് നമ്മളെ പലരും കാണുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്തോ മുഖം തന്നെ കാണുമ്പോൾ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ, എന്തോ കാര്യം ഇവർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് തീർച്ചയായിട്ടും കിട്ടും. സോ ഇങ്ങനെ റിട്ടേൺ ആവുകയാണെങ്കിൽ, ഇതിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ, നമ്മുടെ അടിമുടി മാറുക എന്ന് പറയുന്നത് പോലെ നമുക്ക് സ്ട്രെസ് ഇല്ലാത്ത ഒരു ലൈഫ് നമുക്ക് നയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ മാറ്റം കൊണ്ടുവരാൻ ഒന്നുമല്ല പറയുന്നത്. ഒരു കുട്ടി എങ്ങനെയായിരുന്നോ, മോർ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നിങ്ങൾ എന്ത് കാര്യം കണ്ടാലും അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു മനോഭാവം, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനകത്ത് എൻഗേജ് ആവുക, എന്ത് കാര്യത്തിലും ഇൻവോൾവ് ആവുക, എൻഗേജ് ആവാനുള്ളൊരു മനസ്സ് കാണിക്കുക. നെക്സ്റ്റ്, ഫീൽ വിത്തൗട്ട് എഡിറ്റിംഗ്. ഇന്ന് ഈ എഡിറ്റിംഗ് കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഫിൽറ്റേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ നമ്മുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുക. സങ്കടം വരുമ്പോൾ കരയാനും, സന്തോഷം വരുമ്പോൾ ചിരിക്കാനും, ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടാനും. അത് അതിര് കടക്കാതെ നോക്കണേ. ദേഷ്യം വരുന്നെന്ന് പറഞ്ഞാൽ ഇന്നിവിടെ ഒരാൾ ദേഷ്യപ്പെട്ടോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ദേഷ്യപ്പെടുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തേക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷൻസിനെ പ്രകടിപ്പിക്കാൻ, നമ്മളൊരു കുട്ടി എങ്ങനെയായിരുന്നോ അതുപോലെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കാനും, പ്രത്യേകിച്ച് പർപ്പസോടുകൂടി, നമ്മൾ പർപ്പസ് ഇല്ലാതെയായിരുന്നു ചെറിയ പ്രായത്തിൽ നമ്മൾ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം പ്ലേ ഓൺ പർപ്പസ്, നമ്മൾ ഒരു പർപ്പസോട് കൂടി തന്നെ നമുക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. നെക്സ്റ്റ്, അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഒരു റെഡിനെസ്, എപ്പോഴും നമുക്ക് ഒരു ആരോട് പെർമിഷൻ ചോദിക്കാതെ, പ്രത്യേകിച്ച് ഇന്ന ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് ചോദിക്കാതെ, നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൊരു മനോഭാവം, എന്ത് കാര്യങ്ങളാണെങ്കിലും അന്ന് ട്രൈ ചെയ്യാനുള്ളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ വരുവാണെങ്കിൽ ആ ഒരു കുട്ടിയിലെ, നിങ്ങളിൽ നഷ്ടപ്പെട്ട ആ ഒരു കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ദ ചൈൽഡ് നെവർ ലെഫ്റ്റ്, ദി ആർ സ്റ്റിൽ ദർ. എപ്പോഴും ഓർക്കുക,
ഇപ്പോഴും ആ ഒരു കുട്ടി നമ്മളിലുണ്ട്. അത് ആ കുട്ടി എവിടെയും പോയിട്ടില്ല. സത്യത്തില് നമ്മള് ബോധപൂർവ്വം ആ കുട്ടിയെ എന്ത് ചെയ്തു, നമ്മളിൽ നിന്ന് അകറ്റി മാറ്റുമായിരുന്നു. നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞതുപോലെ നമ്മൾക്ക് ആ ഒരു കുട്ടി എപ്പോഴാണ് പോയതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഒരു കറക്റ്റ് ഒരു ടൈം ഒന്നും പറയാനില്ല. 10 വയസ്സാണോ 9 വയസ്സാണോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കുട്ടി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എപ്പോഴോ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു കുട്ടി നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഒരു കുട്ടി തീർച്ചയായിട്ടും നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഇരിപ്പുണ്ട്. ആ കുട്ടിയെ നമുക്ക് തിരിച്ചു പിടിക്കാം. ദി ആർ സ്റ്റിൽ ദർ ഇൻ ദ ക്വസ്റ്റ്യൻസ് യു ആർ അഫ്രൈഡ് ടു ആസ്ക്. നിങ്ങൾ ചോദിക്കാൻ പേടിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മറന്നുപോയ അങ്ങനത്തെ ചോദ്യങ്ങളിൽ ആ കുട്ടി ഇരിപ്പുണ്ട്. നിങ്ങൾ മറന്നുപോയ, ചിരിക്കാൻ മറന്നുപോയ നിമിഷങ്ങളിൽ ആ കുട്ടിയുണ്ട്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില സ്വപ്നങ്ങൾ നിന്ന് ഇതുവരെ ആയില്ല എന്ന് ചിന്തിക്കുന്ന ആ ഒരു സ്വപ്നങ്ങളിൽ, ആ സ്വപ്നം കാണാൻ കഴിയുന്ന ആ ഒരു അവസ്ഥയിൽ ആ കുട്ടി ഇരിപ്പുണ്ട്. സോ സ്വപ്നങ്ങൾ കാണുക, ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക, സങ്കടം വരുമ്പോൾ സങ്കടപ്പെടുക, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളുടെ സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക, നിങ്ങളുടെ ടേൺ മറ്റൊരാൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ ടേൺ നിങ്ങൾ തന്നെ എടുക്കുക. യു ജസ്റ്റ് സ്റ്റോപ്പ് ലിസണിങ്. നിങ്ങൾ തന്നെ ആ ഒരു ലിസണിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മനോഭാവം നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് ആ ഒരു സ്റ്റോപ്പ് ചെയ്യാതെ, ഇപ്പൊ ഈ കാര്യങ്ങളൊന്നും നിർത്താതെ നിങ്ങളിൽ തന്നെ നിങ്ങളൊന്ന് കുറച്ചും കൂടെ ആഴമായിട്ടൊന്ന് ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊട്ടും താമസിച്ചിട്ടില്ല. നിങ്ങളിലെ കുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ മനോഹരമായിരിക്കും. ബാക്കിയുള്ളവരിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കുട്ടിയായിട്ട് തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഒരു കാര്യം ഞാൻ വിട്ടുപോയിരുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പലപ്പോഴും അഡൽട്ട് ആയപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. നമ്മൾ ഒരു കുട്ടിയായിരിക്കുമ്പോൾ എപ്പോഴും എല്ലാ കുട്ടികളും എന്താ സംഭവിക്കുന്നത്, ഒരു പുതിയൊരു വേർഷനാണ്, ഒരു പുതിയൊരു കാര്യമായിട്ടാണ് ജനിക്കുന്നത്. അതൊരു വെറൈറ്റിയാണ്. വേറൊരാളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും വെറൈറ്റി ആയിട്ടാണ് ഒരു കുട്ടി ജനിക്കുന്നത്. പക്ഷെ ഒരു കുട്ടി മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഒരു കുട്ടിയല്ല, ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അതൊരു വേറെ ആരുടെയൊക്കെയോ ഒരു കോപ്പി ആയിട്ടാണ് ആക്ച്വലി മരിക്കുന്നത്. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. സത്യത്തിൽ വി ആർ ബോൺ ഒറിജിനൽസ് ആൻഡ് ഡൈ കോപ്പീസ് എന്ന് എഡ്വാർഡ് യങ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു ഒറിജിനൽസ് ആയിട്ടാണ് ജനിച്ചത്, വ്യത്യസ്തരായിട്ടാണ് ജനിച്ചത്. നമ്മളെ പോലെ മറ്റൊരാൾക്ക് ഒരിക്കലും ആവാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു അഡൽട്ട് ആവുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആരൊക്കെയോ ആവാൻ വേണ്ടി ശ്രമിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളായിട്ട് മാറി. സോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പികൾക്ക് അപ്പുറമായിട്ട് നമ്മളൊക്കെ ഒറിജിനൽ ആയിട്ട് ജീവിച്ച് നമ്മുടെ നല്ലൊരു ജീവിതം ഒരു കുട്ടിയെ പോലെ വളരെ പൂർണ്ണമായിട്ട് ഇമാജിനേഷൻ ഒരുപാട് ചെയ്യാൻ സാധിക്കുന്ന, ക്യൂരിയോസിറ്റി ഒരുപാട് കൊണ്ടുവരാൻ സാധിക്കുന്ന, സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഒന്നും ഇല്ലാത്ത, നമ്മുടെ ടേൺ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന, പ്ലേഫുൾനെസ് അനുഭവിക്കാൻ കഴിയുന്ന നല്ല കുട്ടികളായിട്ട് നിങ്ങളിലെ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ സാധിക്കട്ടെ എന്ന എളിയ പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഇത്രയും നേരം എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷെറോണ മാം, താങ്ക് യു. നമ്മളിലൊക്കെ ഇപ്പോഴും ചില സമയത്തൊക്കെ ഒരു കുട്ടി പുറത്തിറങ്ങാറുണ്ട് അല്ലെ, അപ്പൊ ചോദിക്കും ഈ എന്താ കുട്ടികളെ പോലെ പെരുമാറണെന്ന് ചോദിക്കും. അപ്പൊ ഇപ്പൊ മനസ്സിലായി നമ്മള് ഇടയ്ക്കൊക്കെ കുട്ടികളാവുന്നത് നല്ലതാണ് തന്നെയാണ് മാമിന്റെ അഭിപ്രായത്തിൽ അല്ലെ. അപ്പൊ എന്തായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് ഫീഡ്ബാക്ക് എന്താന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് ടു ആൾ. ശിരോണ മാഡം, ഗുഡ് മോർണിംഗ്. നല്ലൊരു സെഷൻ ആയിരുന്നു. പ്രോപ്പർലി സ്ട്രക്ചേർഡ് സെഷൻ എന്ന് പറയാം. ഓരോരോ സ്റ്റെപ്പുകളും ഓരോരോ PPT ഉപയോഗിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞങ്ങളെ കുട്ടിക്കാലം മറക്കുന്നുണ്ട്, പക്ഷെ ആ കുട്ടിക്കാലത്തോടാണ് ഇപ്പോഴും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെയും കുട്ടിയാവണമെന്ന് പറയുന്നതാ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടെന്നല്ല, അത് ഇതാക്കിയിട്ട് അന്ന് മെയിൻലി അത് ആ ഇമോഷൻസ് ഒക്കെ എൻജോയ് ചെയ്യുമ്പോൾ കുട്ടികളായിട്ട് എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. ചിലർ പറയും വിഷമമായെങ്കിൽ പൊട്ടി കരഞ്ഞോ, അപ്പോൾ എല്ലാ വിഷമവും പോകുന്നു. പക്ഷെ ഞങ്ങളത് മറക്കാൻ നോക്കൂ, അല്ലെങ്കിൽ ആർക്കും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കരയാതിരിക്കും. അപ്പൊ അതല്ല, ഇമോഷൻസിന് അതേ വിധത്തിൽ എൻജോയ് ചെയ്യേണ്ട അടുത്ത് എൻജോയ് ചെയ്യുക, ഇതായിട്ട് കുട്ടിക്കാലത്ത്. പിന്നെ എനിക്ക് അതിൽ ഇടയ്ക്ക് ബോബി അബ്രഹാം സർ തന്ന ഒരു ഒബ്സർവേഷൻസ് വളരെ ഇഷ്ടപ്പെട്ടു. അത് കറക്റ്റാണ് എല്ലാവരും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ മക്കളൊക്കെ മോൻ്റെക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ മോൻ പറയും, ആ റെക്കോർഡ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾ അതിനെ എൻജോയ് ചെയ്തുകൊണ്ട് ഇരുന്നോളൂ,
അത് ചെയ്താൽ അതും നിങ്ങൾക്ക് കാണില്ല, ഇത് പിന്നെ നോക്കില്ല, അതിനായിട്ട് അൺനാച്ചുറൽ ഇത് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അത് കറക്റ്റാണ്. എൻജോയ് നേരത്തെ അവർ പറഞ്ഞ് പടക്കം പൊട്ടിക്കുമ്പോൾ അവിടെ ക്യാപ്ചർ ചെയ്യുന്നത് അതിൻ്റെ രസമാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. അത് നല്ലൊരു എഡിഷൻ ആയിരുന്നു. അപ്പോൾ കുട്ടിക്കാലത്തുള്ള ഇത് ഞാനിപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഗ്രാൻഡ് ഡോക്ടറിൻ്റെ അടുത്താണ് അധികം താമസിക്കുമ്പോൾ ഗ്രാൻഡ് ഡോക്ടറായിട്ട് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് കാർഡ്സ് ആയിരിക്കട്ടെ, അവർക്ക് ചെസ് പറഞ്ഞു കൊടുക്കുന്നതും ബാക്കി ഹൈഡ് ആൻഡ് സീക്ക്, പിന്നെ വീട് കളി, അങ്ങനെയൊക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞതാണ് കുട്ടിക്കാലം എന്നും ഓർത്തുകൊണ്ടിരിക്കുക, കുട്ടികളാവാൻ നോക്കാം, ഞങ്ങളെ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യിക്കുക, ബാക്കി ഇതിൽ. അപ്പം ഞങ്ങളെ ലൈഫ് സ്പാനും കൂടും, എൻജോയ് ചെയ്യാൻ പറ്റും. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു രേഖ മാഡം ഫോർ ആദ്യം ഗിവിംഗ് രണ്ട് ദിസ് സ്ലൈഡ് ഒന്ന് ഓപ്പർച്യൂണിറ്റി. കാണിക്കും കൂടി. ആദ്യം കാണിച്ചു ഫസ്റ്റ് ഒന്നും രണ്ടും. ഓക്കെ. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ? പൂവെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റോടെ മാം. നെക്സ്റ്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് ഹലോ, മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നോടൊന്ന് ഒരു ഷിറോണ സ്ലൈഡ് കൂടെ മാമിനെ നീക്കോ? ഷിറോണ മാമിനെ ഞാൻ ഒരു സ്ലൈഡും കൂടെ കുട്ടി നീക്കോ? ഒരുമാതിരി കുട്ടിയായിരുന്നപ്പോഴേ കണ്ടു. അന്നും മിടുക്കിയായിട്ട് നിൽക്കുന്നു, ഇന്നും മിടുക്കിയായിട്ട് ഞങ്ങളെ കൂടെ പ്രോത്സാഹിപ്പിച്ചു. വെരി ഗുഡ്, നല്ല സെക്ഷൻ ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. നല്ല മിടുക്കിയായിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. ഇതാര് പറയുന്നു? ഡോളി, ചാർട്ടർ പ്രസിഡന്റ്, കോട്ടയം ഏഞ്ചൽ സിറ്റി. യെസ് മാം, യെസ് മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Shirona madam, thank you so much. Wonderful session. വളരെ സിമ്പിൾ ആയിട്ട് the importance of being a child-like, not a child but child-like. ആ ഒരു കോൺസെപ്റ്റ് ഇന്നത്തെ കാലത്തെ ഇമ്പോർട്ടൻസ് കാണിച്ചു തന്ന പല എക്സാമ്പിൾസ് വഴി കാണിച്ചു തന്നതിന് ഒത്തിരി നന്ദി. യെസ്, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനെ എല്ലാം വല്ലാണ്ട് ഉള്ളിലോട്ട് എടുക്കാതെ കുറച്ചൊക്കെ ഒരു പ്ലേഫുൾനെസ് ലൈഫിലോട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അപ്പം അത് നല്ല എക്സാമ്പിൾസ്, നല്ല നല്ല സൈക്കോളജിസ്റ്റ് ലൈക്ക് കാൾ യങ്, അവരുടെ എക്സാമ്പിൾസ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയി. സോ ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഷെരോണ, ഹായ്. സൂപ്പർ സെഷൻ ആയിരുന്നു, അടിപൊളി. കാരണം ഞാൻ ആ ക്ലാസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് കേൾക്കാന്ന് അറിയാലോ, അതുപോലെ കേട്ടു. കാരണം ഞാൻ കുട്ടികളൊപ്പം കളിക്കലുണ്ട്. അതേപോലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും നമ്മൾ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരൊപ്പം കൂടലുണ്ട്. പക്ഷെ പലരും കളിക്കാത്ത, ഇങ്ങനെ നമ്മൾ കളിച്ചാൽ കുട്ടികൾ നമ്മള് വില വെക്കൂല എന്ന് പറയും. പക്ഷെ എനിക്ക് തോന്നുന്നത് കുട്ടികളൊപ്പം നമ്മള് കളിക്കുമ്പോ അവര് നമ്മളെ കൂടുതൽ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യും, നമ്മൾ നന്നായിട്ട് സ്നേഹിക്കുകയും ചെയ്യും, നമ്മുടെ വാക്കുകൾ അവര് കേൾക്കുകയും ചെയ്യും. എനിക്ക് നല്ല അനുഭവമാണത്, ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു, ഒരുപാട് PPT. ഞാനത് മാക്സിമം ഞാനങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ചെയ്തത്. അത്രയും നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി. നമ്മളെ കുട്ടിക്കാലത്തേക്കും കൊണ്ടുപോയി. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്ട്രെസ് ഒന്നും ഉണ്ടാവില്ല. എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അതൊരു കുറഞ്ഞ സമയത്ത് നമ്മൾ ഉള്ളിൽ നിന്നാലും അത് പെട്ടെന്ന് പോകും. ഏറ്റവും നല്ല നമ്മളെ ഹെൽത്തി ആവാനും ഹാപ്പി ആവാനും ഒക്കെ ഏറ്റവും നല്ല മാർഗം നമ്മൾ കുട്ടികളോടൊപ്പം കൂടുക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അവരൊപ്പം കളിക്കും ചെയ്യും. ഇടയ്ക്ക് വെറുതെ പോയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും ഒരു രസത്തിന് വേണ്ടിയിട്ട്. അടിപൊളിയായി എന്തായാലും ഇന്നത്തെ ക്ലാസ്. വീണ്ടും ഇത്തരത്തിലുള്ള ക്ലാസ്സുകളായിട്ട് വരണം. താങ്ക് യു ഡിയർ. താങ്ക് യു. ഇതാരാ പറഞ്ഞു? ഫേസ് ഒന്ന് കാണിക്കോ? ഒരു ട്രയൽ എടുക്കാവോ? മാഡം പറഞ്ഞ 2-3 കാര്യങ്ങളില് ഈ ഒരു പൂരം കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ആസ്വദിക്കുന്നതിന് പകരം കുറേ വീഡിയോസുകൾ എടുക്കും, എന്നിട്ട് ഇതൊക്കെ ഇടണം, എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യണം, മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൊങ്ങച്ചെന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്ന് പറയാം. സന്തോഷമൊന്നും കണ്ടെത്തുന്നില്ല. സത്യത്തില് മെമ്മറി ഫുള്ളാകും. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ കുറെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും. ഇങ്ങനത്തെ ഈ ക്ലാസ്സുകളൊക്കെ ഒന്നോട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി, മറ്റുള്ളവർക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തു വെച്ച സാധനങ്ങൾ മൊത്തം പിന്നെ ചവിട്ടി കൂട്ടിയുടെ ഒരു തള്ളലാണ്. കാരണം സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്
നല്ലൊരു ക്ലാസ് ആണ്. നമ്മളൊക്കെ ആ നിഷ്കളങ്കമായ ഒരു ബാല്യം ഉള്ളിലുണ്ടല്ലോ അല്ലെ, വേദന വരുമ്പോ കരയുന്നതും അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കണം. എന്തായാലും ഒരു ഓർമ്മപ്പെടുത്തല് ആ കുട്ടിത്തത്തെ പുറത്തെടുത്ത ഇതിന്റെ ഒരു സന്തോഷം. ഈ ഇലക്ഷനായിട്ട് ഇത്രയും പേര് ഉണ്ടാവുകയും ചെയ്തു. അതേപോലെ തന്നെ മാഡം അത് നോ പറഞ്ഞില്ല. വളരെ സന്തോഷം. എന്തായാലും താങ്ക് യു മാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശിരോണ മാം, താങ്ക് യു ശിരോണ മാം. കാരണം ശിരോണ മാം ഒരു കാര്യം ഏറ്റാ പിന്നെ അത് അങ്ങനെയാണല്ലോ. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു മാഡം. അടിപൊളി ക്ലാസ് ആണ്. കാരണം അടിപൊളി എന്ന് പറയാനില്ല, കാരണം മേഡത്തിന്റെ ക്ലാസ് എല്ലാം ഒട്ടുമിക്കവാറും ക്ലാസ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ആ ക്ലാസ്സുകളൊക്കെ ഒരു വെറൈറ്റി ക്ലാസ്സുകൾ തന്നെയാണ്. കാരണം ഇത് കുട്ടിത്തം ഇന്നത്തെ പ്രത്യേകിച്ച് നമ്മൾ വളരെ അങ്ങോട്ട് താഴത്തേക്ക് പോയി, നമ്മളെ ചെറുപ്പകാലത്തേക്ക് പോയി. ആ ചെറുപ്പകാലത്തിലുള്ള ആ ഒരു സ്വഭാവങ്ങൾ, ദുസ്വഭാവങ്ങൾ എല്ലാം നമ്മൾ എടുത്ത് കാണിച്ചുകൊണ്ടൊരു ക്ലാസ് ആയിരുന്നു. സൂപ്പർ ക്ലാസ് മാഡം, വണ്ടർഫുൾ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗുഡ് മോർണിംഗ് ഷിരോന മാം. ഗുഡ് മോർണിംഗ് സർ. സൂപ്പർ സെഷൻ. ഹിന്ദിയിലെ ജഗജിത് സിംഗിന്റെ ഒരു ഗസലുണ്ട്, യേ ദൗലത് ബി ലേലോ ഷഹറത്ത് ബി ലേലോ ഭലേ ചീൻ ലോ മുജ്സെ മേരി ജവാനി മഗർ മുജ്കോ ലൗ. ദൗലത് ബി ലേലോ ഷഹറത്ത് ബി ലേലോ, അതായത് ഈ സമ്പത്തും പ്രശസ്തിയൊക്കെ എടുത്തോളൂ, എന്റെ യൗവനം വേണമെങ്കിൽ പിടിച്ചു പറിച്ചോളൂ, പക്ഷെ എനിക്ക് ആ കുട്ടിക്കാലത്തെ മഴക്കാലം തിരിച്ചു തരുമോ, ആ പേപ്പർ ബോട്ടിനെയും മഴവെള്ളത്തെയും തിരിച്ചു തരുമോ. നല്ലൊരു പ്രശസ്തമായ ഒരു ജഗജിത് സിംഗിന്റെ ഒരു ഗസലിലെ വരികളാണ്, അതാണ് ഓർമ്മ വരുന്നത്. വളരെ വളരെ മനോഹരമായിട്ട് ഞങ്ങളെ ആ കുട്ടിക്കാലത്തേക്ക് ശിരോണമേ കൊണ്ടുപോയി. അതൊക്കെ തിരിച്ചു കിട്ടാൻ എന്തൊക്കെ ചെയ്യണം, ഇനി നമുക്കത് തിരിച്ചു പിടിക്കാൻ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് അടിപൊളി സെഷൻ ആയിരുന്നു. എപ്പോഴും വെറൈറ്റി സെഷനുമായിട്ടാണ് ശിരോണമേ വരാറുള്ളത്. എന്തായാലും താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ അമ്പിളി ദേവർ. ശിരോണ മാം എല്ലായ്പ്പോഴത്തെയും പോലെ തന്നെ മികച്ചൊരു സെഷൻ തന്നെയായിരുന്നു. കാരണം വളരെ ഇമ്പോർട്ടന്റും ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ പൊതുവെ എനിക്കിങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുക, അല്ലെങ്കിൽ എനിക്ക് കടൽ കാണുക, എനിക്ക് സൂര്യൻ അസ്തമിക്കുന്ന കാണുന്നതൊക്കെ ഭയങ്കര കൗതുകമാണ്. ഇത്തരത്തിലൊന്നും ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഞാൻ ഫോട്ടോ എടുക്കാറേ ഇല്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അതങ്ങനെ തന്നെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സൗഹൃദ ഇടങ്ങളിൽ പോകുമ്പോഴും എന്റെ ഫോട്ടോ അവിടെ എങ്ങും ഉണ്ടാവില്ല. കാരണം ഞാൻ എപ്പോഴും അതിൽ നിൽക്കാനായിട്ടാണ് നോക്കാറുള്ളത്. ഫോട്ടോയ്ക്ക് വേണ്ടി ഓടിപ്പോയി നിൽക്കാനോ അങ്ങനെയൊന്നും എന്റെ ഫോട്ടോ ഉണ്ടാവില്ല. അത് ശരിക്കും നമുക്ക് ഇപ്പൊ ഒരു കുട്ടി ഓൾറെഡി മരിക്കാതെ കിടപ്പുണ്ടെന്നുള്ളത് അത് ഓർമ്മിപ്പിച്ച ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഭയങ്കര കണ്ടന്റ്, ഭയങ്കര റിച്ച് ആയിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിരുന്നു. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് മാഡം. അത് പിന്നെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പിന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് മാഡം. അടിപൊളി സെഷൻ. ഞാൻ അഫ്സത്ത്. മാഡത്തിനെ കാണുമ്പോ തന്നെ ഒരു കുട്ടിയായിട്ടാ തോന്നുന്നത്. നല്ല കുട്ടിത്തമുള്ള വാക്കുകളും ഞങ്ങളെ എല്ലാം കുട്ടിക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ഇനിയും നമ്മളിലുള്ള കുട്ടിയെ പുറത്തെടുക്കാനും മാഡത്തിന്റെ ഈ സെഷൻ ഞങ്ങൾക്ക് വളരെയധികം സഹായകമായി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ശിരോണ മാം. ഹായ് പ്രകാശ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ സെഷൻ ആയിരുന്നു. ഞാൻ ഒരുപാട് ആസ്വദിച്ചു. നമ്മുടെ കുട്ടിക്കാലം എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇന്ന് രാവിലെ പെട്ടെന്ന് മെമ്മറിയിലേക്ക് വന്നു. സൂപ്പർ സെഷൻ ആയിരുന്നു. അതുപോലെ നമ്മൾ കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയില്ല നമ്മൾ കുട്ടിയായി മാറുന്നത്. സൂപ്പർ സെഷൻ ആയിരുന്നു. ഒരുപാട് ബിഗ് താങ്ക്സ് ആൻഡ് ബിഗ് സല്യൂട്ട്. താങ്ക് യു സോ മച്ച് ഡിയർ. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശിരോണ മാം, ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഒന്നും പറയാനില്ല. ശിരോണാമന്റെ സെഷൻ ഞാൻ വൈകിയ പോസ്റ്റ് കണ്ടത്. കുറച്ച് വൈകി പോയി, ക്ലാസ് കിട്ടാൻ കുറച്ച് വൈകി. എപ്പോഴും ശിരോണാമന്റെ ക്ലാസ്സിൽ ഞാൻ ഫസ്റ്റ് കയറും. കാരണം അതില് എന്തായാലും കണ്ടന്റ് റിച്ച് ആയിരിക്കും, കൃത്യമായിട്ടുള്ള അവതരണമായിരിക്കും. വളരെ മനോഹരമായിട്ടുള്ള അവതരണമാണ്. അതിലേക്ക് ചെറിയൊരു ഇത് പറ്റിയെന്ന് വെച്ചാലേ, കഴിഞ്ഞ മൂന്നാറിൽ പോയപ്പോ മോള് സൺറൈസ് കാണണം പറഞ്ഞു. പക്ഷെ ഞാൻ ആ കുട്ടിത്തത്തിലേക്കാണ് പോവാത്തോണ്ടേ അതൊരു നഷ്ടം ഇങ്ങനെ തോന്നുകയാണ്. അവര് മനസ്സിലൊരു വേദന തോന്നുകയാണ്. അതിലേക്ക് ഞാൻ പോയില്ലല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് മാം അതൊരു ഇത് എനിക്ക് ഉണ്ടായി. അത് എന്തായാലും നല്ല സെഷൻ ആയിരുന്നു മാം, നല്ലൊരു തിരിച്ചറിവായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു രേഖ. ഇന്ന് ഈ ആഴ്ചത്തെ ആദ്യത്തെ ചോദ്യമാണ് ഇന്ന് വരുന്നത്. പിന്നെ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. അതിന്റെ ആൻസർ ചാറ്റ് ബോക്സിലൂടെ മാത്രം ചെയ്താൽ മതി.
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ഞാൻ തരുന്നത്. ഇന്നിപ്പോ എലക്ഷൻ ആണല്ലോ, അപ്പൊ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യമാണ്. ചാറ്റ് ബോക്സിൽ ചോദ്യം വന്നു കഴിഞ്ഞു, നിങ്ങൾക്ക് അതിൽ നിന്ന് ഓപ്ഷൻസ് എഴുതാം. ഓക്കെ, റെഡി? 1 2 3. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് തന്റെ കെട്ടിവെച്ച തുക തിരികെ ലഭിക്കണമെങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടിന്റെ എത്ര ഭാഗം ലഭിച്ചിരിക്കണം എന്നാണ്. FEF 1/2. ഓക്കെ ഓക്കെ ഓക്കെ, കുറച്ച് പേര് ആൻസർ ചെയ്തിട്ടുള്ളൂ. അതിൽ റൈറ്റ് ആൻസർ 1 മിനിറ്റ്. റൈറ്റ് ആൻസർ ജി ആണ്. അത് 6ൽ 1 ഭാഗമാണ് കിട്ടേണ്ടത്. വാലിഡ് വോട്ടിന്റെ 6ൽ 1 ഭാഗം കിട്ടിയാലാണ് ആ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച തുക തിരികെ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലൊരു മത്സരങ്ങളിൽ പങ്കെടുക്കും, ഒരു നേരം പോക്കിനൊക്കെ ആയിട്ട്, ഒരു പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ റൈറ്റ് ആൻസർ 1/6 ആണ്. ഗീതാബായി ആണ് എഴുതിയിരിക്കുന്നത്. ഗീതാബായി, കൺഗ്രാറ്റുലേഷൻ ഗീതാബായി. Propose vote of thanks. താങ്ക് യു ചെയർമാൻ ഫോർ ദി പ്രിവിലേജ്. ഇന്ന് 873ാമത്തെ ഡേ ആണ്. അതേപോലെ ട്രെയിനർ ഒരു ഫീഡ്ബാക്ക് പറയാം. ശിരോണ മാം ഒരുപാട് സെഷൻസ് ഈ ഗ്രൂപ്പിൽ നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു എന്താ പറയാ ട്രെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് പതിയുന്ന രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് മാം തരാറുള്ളത്. ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടേക്കാണ് ആ കുട്ടി പോവാന്നുള്ള നമ്മളെ ഉള്ളിലുള്ള ഒരു കുട്ടിത്വം ഉണ്ട്. അത് നമ്മളെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് പല സ്ഥലത്തുനിന്നും നമ്മൾ വിട്ടുപോയിട്ട് വേറൊരു സ്റ്റേജിലേക്കൊക്കെ പോയിട്ട് അതൊക്കെ മറന്നു വെച്ചിട്ടുണ്ടാവും. അത് ആ രൂപത്തിൽ അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഗുണങ്ങളാണെന്ന് സെഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിപൊളി സെഷനായിരുന്നു. എന്തായാലും നമുക്കൊരു ട്രെയിനറൊക്കെ ആവണമെന്നതിന് വേറുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലൊരു പോയിന്റ്സ് ആണ് ഇന്നത്തെ ട്രെയിനറിംഗിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തായാലും അപ്പൊ ഇന്നത്തെ കർത്തവ്യത്തിലോട്ട് കടക്കാം. ഇന്ന് ഏകദേശം 873 ദിവസമായി. 873ാമത്തെ ദിവസത്തിലാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ ചെയർ ചെയ്തു തന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ രേഖാ മാമിന്, അതുപോലെ തന്നെ ഒരു കുട്ടിത്വത്തോടു കൂടി നമ്മൾ കാണുന്ന രേഖാ മാം, ആ ഒരു ശീലം എപ്പോഴും പുലർത്തുന്ന നമ്മളെ ഇന്നത്തെ ചെയർമാനെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ട്രെയിനറായിട്ടുള്ള നമ്മളെല്ലാവരും ഈ ഒരു കുടുംബത്തിന്റെ ഒരുപാട് കാലമായിട്ട് ഈ തുടങ്ങിയ നമ്മളിൽ ഭാഗമായിട്ടുള്ള ശിരോണ മാമിന് ഹൃദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഇന്നും നാളൊക്കെ താങ്ക് യു. എന്ത് സാറേ കേട്ടില്ല? ഇന്നും നാളൊക്കെ എന്താ JCI പ്രോഗ്രാം ഉണ്ടോ? അല്ലല്ല, അല്ലാത്ത പ്രോഗ്രാംസ് ഉണ്ട്. JCI പ്രോഗ്രാം കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ശിരോണ മാം താങ്ക് യു. അവസരം കിട്ടിയില്ല, അപ്പൊ ഒരു താങ്ക് യു പറയുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഒരുപാട് നിലമ്പൂര്. അത് ശരി, വെറുതെ അല്ല നിങ്ങള് പിടിച്ചിരുത്തിയതാണല്ലോ ട്രെയിനിങ്ങിന്. ഞങ്ങളെല്ലാം കുട്ടിത്വത്തിലേക്ക് കൊണ്ടുപോയി. സൂര്യാസ്തമനം ഉണ്ടല്ലോ, ആ ഒരു പ്രതീതി നമ്മൾ അവിടെ ചെന്ന് ആ കടപ്പുറം നിൽക്കുമ്പോ ഉള്ള ഒരു ആ നിറം ഉണ്ടല്ലോ, അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. സൂപ്പർ ആയിരുന്നു. പോയോ ശരണ? ആ ഉണ്ട്. മാം കോട്ടയത്തെ സ്പീച്ച് ക്രാഫ്റ്റ് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലെന്നാണ് എന്റെ ഒരു ധാരണ. കഴിഞ്ഞ വർഷം എന്തൊരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു അവിടെ വന്നിട്ടേ. സ്പീച്ച് ക്രാഫ്റ്റ് നടന്നപ്പോ അല്ലേ? സ്പീച്ച് ക്രാഫ്റ്റ്